ഓക്കെ, തുടങ്ങാം. സ്ക്രീൻ ക്ലിയർ അല്ലേ? കാണുന്നില്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് ഡോർസ് ആൻഡ് വിൻഡോസിലെ ടോപ്പിക്കിലോട്ട് കിടക്കാം. അതിൽ നിങ്ങൾ സിലബസ് പ്രകാരം പൊസിഷൻ ഓഫ് ഡോർസ് ആൻഡ് വിൻഡോസ് വിത്ത് റെസ്പെക്ട് ടു ലൈറ്റിംഗ് ആൻഡ് വെന്റിലേഷൻ, ടൈപ്സ് ആൻഡ് സൈസ് ആസ് പെർ റെലവന്റ് കോഡ്സ്, പിന്നെ ഡോർസ് സ്പെഷ്യൽ ടൈപ്സ് ഓഫ് കുറച്ച് ഡോറുകൾ പഠിക്കാനുള്ളത്, പിന്നെ വിൻഡോന്റെ ഡിഫറെന്റ് ടൈപ്സും. പിന്നെ ഒരു ടൈപ്സ് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം കൂടെ. നിങ്ങളെ എക്സാമിന് പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നില്ലേ? അതിൽ ടൈപ്സ് ആണ് ചോദിച്ചത്. പലരും ക്ലാസിഫിക്കേഷൻ എഴുതിയിട്ടുണ്ട്. ആക്ച്വലി ക്ലാസിഫിക്കേഷൻ അല്ല എഴുതേണ്ടത്, ടൈപ്സ് ആണ്. ഞാൻ മാർക്ക് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. ടൈപ്സ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ മെയിൻ ആയിട്ട് ആ ക്വസ്റ്റ്യൻ ഉദ്ദേശിക്കുന്നത്, ടൈപ്സ് എന്ന് ഉദ്ദേശിച്ചത് പോസ്റ്റ് ടെൻഷനിങ് ആൻഡ് പ്രീ ടെൻഷനിങ് തന്നെയാണ് കേട്ടോ. അപ്പൊ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡയഗ്രാം കാര്യങ്ങളാണ് എഴുതേണ്ടത്. പലരും ക്ലാസിഫിക്കേഷൻ ആണ് ഉദ്ദേശിച്ചത്. കാരണം ക്ലാസിഫിക്കേഷൻ ടൈപ്സും എന്താ വ്യത്യാസം? ക്ലാസിഫിക്കേഷന്റെ അണ്ടറിൽ ഈ ടൈപ്പുകളൊക്കെ പല അണ്ടറിൽ വരും. ടൈപ്സ് എന്ന് പറഞ്ഞാൽ ആ മെത്തേഡുകളാണ്. ഏതൊക്കെ ടൈപ്പ് മെത്തേഡുകൾ ഉണ്ടെന്ന് ഉദ്ദേശിച്ചു. ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്റേണൽ പ്രീ സ്ട്രെസ്സിങ്ങിന്റെ അകത്ത് നമ്മളെ പോസ്റ്റ് ടെൻഷനിങ്ങും പ്രീ ടെൻഷനിങ്ങും അവിടെയും വരും. അപ്പോൾ ടൈപ്സ് ഉദ്ദേശിക്കുമ്പോൾ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് ഈ പ്രീ ടെൻഷനിങ്ങും പോസ്റ്റ് ടെൻഷനിങ്ങും ആണ്. നിങ്ങൾക്ക് അറിയാതെ ഇത് നിങ്ങൾക്ക് ഇട്ട ക്വസ്റ്റ്യൻ എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ സ്കോറിംഗ് ഇൻഡിക്കേറ്ററിലൊക്കെ ആൻസറിൽ കൊടുത്തിട്ടുള്ളത് പ്രീ ടെൻഷനിങ്ങും പോസ്റ്റ് ടെൻഷനിങ്ങും കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാനാണ്. അപ്പോൾ വാട്ട് ആർ ദ ടൈപ്സ് എന്ന് ചോദിക്കുമ്പോൾ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. പലരും ക്ലാസിഫിക്കേഷൻ എഴുതിയിട്ട് കുഴപ്പമില്ല, നിങ്ങൾ എക്സ്ട്രാ ക്ലാസിഫിക്കേഷൻ എഴുതിയെന്ന് കരുതിയിട്ട് എന്ത് ചെയ്യില്ല, മാർക്ക് നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ എക്സാമിന് കുറക്കൊന്നുമില്ല. പക്ഷെ അതിൽ സ്ട്രെസ് ചെയ്തിട്ട് ഈ ഒരു രണ്ട് ടൈപ്സ് നിങ്ങൾ കൃത്യമായിട്ട് ഇലാബറേറ്റ് ആയിട്ട് എഴുതണം. പോസ്റ്റ് ടെൻഷനിങ്ങും പ്രീ ടെൻഷനിങ് ഇലാബറേറ്റ് ആയിട്ട് എഴുതി തന്നെ വേണം. പലരും ക്ലാസിഫിക്കേഷൻ എഴുതിയപ്പോൾ പോസ്റ്റ് ടെൻഷനിങ് ആൻഡ് പ്രീ ടെൻഷനിങ് എന്ന് പറഞ്ഞിട്ട് ഒറ്റ ഹെഡിങ്ങിൽ അതിനകത്ത് ചെറിയ രണ്ട് സെന്റൻസിൽ അത് ഒതുക്കി. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് മാർക്ക് കുറയും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രീ സ്ട്രെസ്സിങ്ങിന്റെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അതിന് മെയിൻ ആയിട്ട് ടൈപ്സ് എന്ന് പറയുന്നത് പോസ്റ്റ് ടെൻഷനിങ് ആൻഡ് പ്രീ ടെൻഷനിങ് ആണ്. അത് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ. അപ്പോൾ ഡോർസ് ആൻഡ് വിൻഡോസ് എന്തിനാണ് ഡോർ കൊടുക്കുന്നത് നിങ്ങൾക്ക് അറിയാം. ഡോർ എന്ന് പറയുന്നത് നമുക്ക് ആക്സസ് ആണ്. ഒരു റൂമിലോട്ട് ഒരു ബിൽഡിങ്ങിലോട്ടുള്ള ആക്സസ് ആണ്. പ്രൈമറിലി എന്തിനാണ്? ആക്സസ് തന്നെയാണ്. അതിന്റെ കൂടെ എയർ സർക്കുലേഷൻ, പ്രൈവസി ആൻഡ് ലൈറ്റ്, പ്രൈവസി കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് ഒരു ഡോർ പ്ലേസ് ചെയ്യുന്നത്. ഡോർ നമുക്ക് നാട്ടിലറിയാം. ഡോറുകൾ ഏതൊക്കെ ടൈപ്പ് ഉണ്ട്? ഡോറിന്റെ ഫ്രെയിമുകൾ വുഡ് ഉണ്ട്, കോൺക്രീറ്റ് ഉണ്ട്, സ്റ്റീൽ ഉണ്ട്, അലുമിനിയം ഉണ്ട്. ഡോറിന്റെ ഫ്രെയിമുകൾ ഇതെല്ലാം ഉണ്ട്. ഷട്ടറും എന്തുണ്ട്? ഇതെല്ലാം മെറ്റീരിയൽ ഉണ്ട്, കോൺക്രീറ്റ് വെച്ച്. ഡോറിന്റെ ഫ്രെയിം ഷട്ടർ എന്ന് പറഞ്ഞാൽ അറിയാമെന്നിരിക്കുന്നു. ഡോറിന്റെ ഫ്രെയിം എന്ന് പറയുന്നത് നമ്മളെ പറയുന്ന കട്ടില, നമ്മുടെ നാട്ടിൽ പറയുന്ന കട്ടില. ഷട്ടർ എന്ന് പറയുന്നത് അതിന്റെ പുളി എന്ന് പറയും, നാട്ടിൽ പറയുകയാണെങ്കിൽ പുളി. അപ്പോൾ ഇതാണ് ഡോർ ആണെങ്കിലും വിൻഡോ ആണെങ്കിലും ഷട്ടറും ഫ്രെയിം. ഇനി ഡോർ ഈസ് എ മൂവബിൾ ബാരിയർ സെക്യൂർഡ് ഇൻ എ വാൾ ഓപ്പണിംഗ്. വാൾ ഓപ്പണിംഗ് കൊടുത്തിട്ടുള്ള മൂവബിൾ ആയിട്ടുള്ള ഒരു ബാരിയർ. ഡെസിഗ്നേഷൻ ഓഫ് ഡോർസ് ആൻഡ് വിൻഡോസ്, ഇങ്ങനെ ഒരു ഡെസിഗ്നേഷൻ ഉണ്ട് ഡോർസിന് വിൻഡോസിന് എന്ന് പറയുന്നത്. നോർമലി കാണുന്ന ഡെസിഗ്നേഷൻ ആണ് ഇത്. 10DS 20. ഇവിടെ 10 എന്ന് ഉദ്ദേശിക്കുന്നത് മൊഡ്യൂൾ വിഡ്ത്ത് ആണ്. ഒരു മൊഡ്യൂൾ എന്ന് പറയുന്നത് 100 mm. അങ്ങനെയാണെങ്കിൽ 10 into 100 1000 mm, 1 മീറ്റർ വിഡ്ത്തുള്ള ഒരു വാതിൽ. മൊഡ്യൂൾ ഹൈറ്റ് ഇവിടെ കൊടുക്കുന്ന ഹൈറ്റ് ആണ് 200, അതായത് എത്രയാ? 2000 mm അല്ലെ? 1000 ഇവിടെ 2000 mm, അതായത് 200 സെന്റിമീറ്റർ. ഈ 2 മീറ്റർ ഹൈറ്റ് ഉള്ള ഡോർ. അതായത് ഈ ഡോർ ഇങ്ങനെ ഒരു ഇത് കണ്ടാൽ എന്താ അർത്ഥം? 1 മീറ്റർ വീതിയും 2 മീറ്റർ ഹൈറ്റ് ഉള്ള ഒരു ഡോർ. നോർമൽ കേസിൽ ഡോറിന്റെ വീതി വരുന്നത് 90 സെന്റിമീറ്റർ, 1 മീറ്റർ, 1.20 ഒക്കെ ഡോറുകൾ വരുന്നുണ്ട്. 1.5 മീറ്ററിന്റെ വലിയ ഡോറുകൾ വലിയ പബ്ലിക് ബിൽഡിങ്ങിന് വീതി വരുന്നുണ്ട്. വിഡ്ത്ത് ഹൈറ്റ് നോർമലി വരുന്നത് 210 ആണ്. ഇപ്പോഴത്തെ കേസുകളിലൊക്കെ 7 അടി, അതായത് 2 മീറ്റർ 10 സെന്റിമീറ്ററുമാണ് നോർമൽ കേസിൽ ഹൈറ്റ് വരുന്നത്. അതിലും ഹൈറ്റ് കൂടിയ ഡോറുകളും ഉണ്ട്. ചില കേസിൽ 2 മീറ്റർ ആവാറുണ്ട്, ബാത്റൂം ഡോർ പോലത്തെ. നമ്മുടെ നാടുകളിൽ ഉപയോഗിക്കുന്ന ഡോറിന്റെ വിഡ്ത്ത് നോർമലി വരുന്നത് ബാത്റൂം ഡോറുകളൊക്കെ 75 സെന്റിമീറ്ററും, ഇന്റേണൽ ഡോറുകളാണെങ്കിൽ 90 സെന്റിമീറ്റർ, ഔട്ട്സൈഡ് പുറത്തുനിന്ന് കയറുന്ന ഡോറുകളാണെങ്കിൽ 1 മീറ്റർ മിനിമം വേണം. അത് കഴിഞ്ഞിട്ട് ചെയ്യുന്നത് 1 മീറ്ററിന്റെ മുകളിൽ ഒരു 1.20 ഒക്കെ ചെയ്യുന്നവരുണ്ട്.
നോർമലി. അപ്പോൾ ഈ ഒരു ഡെസിഗ്നേഷൻ ആണ് നമ്മൾ നോക്കുക 10 DS 20. ഈ DS എന്ന് പറയുന്നത് ഡി എന്ന് ഉദ്ദേശിക്കുന്നത് ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് എന്താണ്? ഡോർ ആണ്, ഓപ്പണിംഗ്, ഡോർ ഓപ്പണിംഗ് എന്നുള്ളതാണ് ഡി എന്ന് ഉദ്ദേശിക്കുന്നത്. എസ് എന്ന് ഉദ്ദേശിക്കുന്നത് സിംഗിൾ ഷട്ടർ ഡോർ. എന്താണ് ഷട്ടർ? സിംഗിൾ ഷട്ടർ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വാതിലിന്, സാധാരണ വാതിലാണെങ്കിൽ ഒറ്റ ഷട്ടർ ഉണ്ടാവുള്ളൂ, ഒറ്റ പൊളി ഉണ്ടാവും. ചില കേസിൽ എന്തുണ്ടാവും? രണ്ട് പൊളി ഉണ്ടാവും, ഡബിൾ ഷട്ടർ ഉണ്ടാവും, രണ്ട് സൈഡിലോട്ടും തുറക്കുന്ന രണ്ട് ഷട്ടർ ഉണ്ടാവും. അപ്പോൾ ആ കേസിൽ എന്താണ്? DS പകരം DT എന്ന് വരും. സ്ലൈഡിൽ ഇല്ലാത്ത കാര്യങ്ങൾ എക്സ്ട്രാ പറയുമ്പോൾ അത് പ്രത്യേകം നോട്ട് ചെയ്യണം. അങ്ങനെ ആവുമ്പോൾ 1 മീറ്റർ വീതിയും 2 മീറ്റർ ഹൈറ്റുള്ള ഡോർ എങ്ങനെ, ഡബിൾ ഷട്ടർ എങ്ങനെ വരും? 10DT 20 എന്ന് വരും. അപ്പോൾ സ്ലൈഡിൽ ആ ഒരു പോയിന്റ് നോട്ട് ചെയ്തിട്ടുള്ള അത് പ്രത്യേകം നോട്ട് ചെയ്യണം. DS ആണ് സിംഗിൾ ഷട്ടർ ഡോറിന്റെ നൊട്ടേഷൻ, DT ആണ് ഡബിൾ ഷട്ടറിന്റെ ഡോറിന്റെ നൊട്ടേഷൻ. D എന്ന് ഉദ്ദേശിക്കുന്നത് ഡോർ ആണ്. ഓക്കെ, ഇനി പ്രധാനമായിട്ട് പഠിക്കുന്ന ഒരു ഇതാണ് ബിൽഡിംഗ് അലൊക്കേഷൻ. ബിൽഡിങ്ങിന്റെ ഏതൊക്കെ പൊസിഷനിലാണ് ഡോർ നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. നമ്മൾ നോർമലി നിങ്ങൾക്ക് അറിയാം എല്ലാ ഒരു റൂമിന്റെയും കോർണറിലായിട്ടാണ് ഡോറുകൾ പ്ലേസ് ചെയ്യുക. ആ എന്തിനാണ്? നമ്മളെ യൂസബിൾ ആയിട്ടുള്ള സ്പേസ് കുറയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ സെൻട്രലായിട്ട് ഡോർ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്ത് എന്ത് ചെയ്യും? മൂവ്മെന്റ് സ്പേസ് ആയി മാറും. ഡോർ എന്ന് പറയുന്ന ആ ഒരു ഏരിയ നമുക്ക് മൂവ്മെന്റിന് മാത്രം, അവിടെ വേറെ എന്തൊരു ടേബിൾ പ്ലേസ് ചെയ്യാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ട് അത് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ സെൻട്രലോട്ട് വെച്ച് കഴിഞ്ഞാൽ അത്ര ഏരിയ നമുക്ക് എന്ത് ചെയ്യും? കുറെ ഏരിയ വെറുതെ മിസ്യൂസ് ആയി പോകും. അത് ഒഴിവാക്കാനാണ് കോർണറിൽ വിളിച്ചത്. പ്രിഫറബിളി അറ്റ് കോർണർ ഓഫ് എ റൂം 20 സെന്റിമീറ്റർ ഫ്രം ദ കോർണർ. കോർണറിൽ നിന്നും 20 സെന്റിമീറ്റർ മാറിയിട്ടാണ് നോർമലി പ്ലേസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഈ ഡയഗ്രത്തിൽ കണ്ടിട്ടുണ്ടാവും, ഈ റെഡ് കാണിച്ചതാണ് ഡോർ. ഇഫ് ടു ഡോർസ് ഇൻ എ റൂം ഫേസ് ദം ഈച്ച് അതർ. നമ്മളൊരു ഒരു റൂമിനകത്ത് രണ്ട് ഡോർ ഉണ്ട് എങ്കിൽ അത് ഫേസ് ഈച്ച് ദം, ഒന്നൊന്നിനെ ഫേസ് ചെയ്തിട്ട് വെക്കും. കാരണം സർക്കുലേഷൻ ഈസി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്പർ ഓഫ് ഡോർ ഷുഡ് ബി കെപ്റ്റ് ആസ് മിനിമം. ഡോർസിന്റെ എണ്ണം എപ്പോഴും മിനിമം ആക്കി വെക്കണം. സർക്കുലേഷൻ ഏരിയ കൂടാൻ പാടില്ല. വെറുതെ റൂമിനകത്തൂടെ അതിലൂടെ നടന്നു പോകുന്ന ഒരു അവസ്ഥ വരെ സർക്കുലേഷൻ ഏരിയ മിനിമം ആക്കണം. ഡോർസ് ആവശ്യത്തിന് മാത്രം പ്ലേസ് ചെയ്യുക. പ്ലേസ് ദാറ്റ് വി ഗെറ്റ് മാക്സിമം വെന്റിലേഷൻ ആൻഡ് വിൻഡ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന പോയിന്റ്സ് തന്നെയാണ്. ഡിപ്പെൻസ് ഓൺ സൈസ് ഓഫ് റൂം, ക്ലൈമാറ്റിക് കണ്ടീഷൻ, യൂട്ടിലിറ്റി ആൻഡ് ആർക്കിടെക്ചറൽ പോയിന്റ് ഓഫ് വ്യൂ. ഞാൻ ആദ്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങൾക്ക് എഴുതാൻ നോട്ട് എഴുതാൻ വേണ്ടിയിട്ട് വീണ്ടും ആ പോയിന്റ്സുകൾ വായിക്കാം. ഡിപ്പെൻസ് ഓൺ സൈസ് ഓഫ് റൂം, ക്ലൈമാറ്റിക് കണ്ടീഷൻ, യൂട്ടിലിറ്റി ആൻഡ് ആർക്കിടെക്ചറൽ പോയിന്റ് ഓഫ് വ്യൂ. റൂമിന്റെ സൈസിന് അനുസരിച്ച് ഉള്ള ഡോറുകൾ വെക്കുക. നമുക്ക് വലിയ പബ്ലിക് ബിൽഡിംഗ് ആകുമ്പോൾ വലിയ ഹാളിലേക്കാണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ വലിയ ഡോർ വെക്കും. അവിടെ ഒരിക്കലും എന്ത് ചെയ്യാറില്ല? ചെറിയ ഡോറുകൾ കൊണ്ടുപോയി പ്ലേസ് ചെയ്യാറില്ല. ക്ലൈമാറ്റിക് കണ്ടീഷൻസ് ഉപയോഗിക്കും. നല്ല വെയിൽ അടിക്കുന്ന സ്ഥലത്താണെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും? ഡോറിന്റെ ലൊക്കേഷൻ എന്ത് ചെയ്യും? നമ്മൾ മാറ്റും. കുറച്ച് വെയിൽ വരാത്ത ഭാഗത്ത് എൻട്രി കൊടുക്കും. കാരണം ഡോറിൽ വെയിൽ അടിച്ചു കഴിഞ്ഞാൽ അത് അതിന്റെ പെയിന്റ് ഫെയ്ഡ് ആവാനൊക്കെ ചാൻസ് ഉണ്ട്. അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ മഴ എന്താണ് അകത്ത് കയറാൻ, ചാറ്റിലടിച്ചിട്ട് അകത്ത് കയറാത്ത കേസ് നോക്കാറുണ്ട്. യൂട്ടിലിറ്റി നമ്മളെ യൂസ് തന്നെയാണ് മെയിൻ. നമുക്ക് എവിടെ നിന്നാണ് ആക്സസ് വേണ്ടത് ആ ഭാഗത്താണ് ഡോർ ഇടുന്നത്. പിന്നെ നമ്മുടെ എസ്തെറ്റിക് പോയിന്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ ആർക്കിടെക്ചറൽ പോയിന്റ് ഓഫ് വ്യൂവിലും കൺസിഡർ ചെയ്യാം. പ്ലീസ് ദാറ്റ് വി ഗെറ്റ് മാക്സിമം ലൈറ്റ്. എയർ വെന്റിലേഷൻ ഈസ് മസ്റ്റ്. അത് തന്നെയാണ് ഡോർസിന് ലൈറ്റും കൂടെ എൻട്രി കൂടി നോക്കിയിട്ടാണ് ഡോർസിന്റെ ലൊക്കേറ്റ് ചെയ്യുന്നത്. പോയിന്റ്സ് ഒന്നുകൂടെ വായിക്കാം, നിങ്ങൾ കൂടെ എഴുതിക്കോളൂ. Preferably at corners of. Doors are placed at corners of a room 20 centimeter from corner. If two doors in a room face them each other, number of doors should be kept as minimum. Place such that we get maximum ventilation and wind. Rough area depends on size of room, climatic condition, utility and architectural point of view. ഇതൊക്കെ എന്താണ്? ലൊക്കേഷൻ ഓഫ് ഡോർ ആട്ടോ. You should place a door such that we get maximum light. Okay. അടുത്ത സ്ലൈഡിലോട്ട് പോകുന്നു. നമ്മുടെ ഒരു ഡോറിന്റെ ഹൈറ്റ് ആൻഡ് വിഡ്ത്ത് കണ്ടുപിടിക്കുന്നതിനുള്ള തമ്പ് റൂൾസുകളാണ് റെസിഡൻഷ്യൽ ബിൽഡിംഗ് കേട്ടോ. തമ്പ് റൂളുകൾ എന്താണ്? ഹൈറ്റ് ഓഫ് ഡോർ ഈക്വൽ ടു വിഡ്ത്ത് പ്ലസ് 1 മീറ്റർ ടു 1.2 മീറ്റർ. വിഡ്ത്ത് അറിയാമെങ്കിൽ ഹൈറ്റ് കണ്ടുപിടിക്കാൻ 1 മീറ്റർ ടു 1.2 മീറ്റർ. നോർമൽ കേസിൽ ഒരു 1 മീറ്റർ ഡോർ ആണെങ്കിൽ എത്ര ഹൈറ്റ് വരും? അപ്പോൾ 2 to 2.2 മീറ്റർ ഹൈറ്റ് വരും. അതായത് 1+1 അല്ലെങ്കിൽ 1+1.2 അല്ലെങ്കിൽ 2.2 മീറ്റർ ഹൈറ്റ് എന്ത് ചെയ്യും? ഒരു 1 മീറ്റർ വിഡ്ത്തുള്ള ഡോറിന് വരും. ഇനി width of the door, if you know the height of the door, then width equal to എത്രയാ? ഹൈറ്റിന്റെ 40 to 60%, 0.4 to 0.6 into height. ഇതാണ് എന്ത്? വിഡ്ത്ത് വരുന്നത്.
ഇതെന്താ, ഇതൊരു ചെക്കാണ്. ഇത് നോർമലി ഒരു ആസ്പെക്ട് റേഷ്യോ എന്ന് പറയില്ല, നമ്മളെ ഒരു വീഡിയോ ഒക്കെ ആസ്പെക്ട് റേഷ്യോ എന്ന് പറയണല്ലോ, അതിന്റെ വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് ഒരു സൈസ് റെഡി ആവാനുണ്ട്. നമ്മളെ വീഡിയോ ഒക്കെ എന്തെങ്കിലും കുറെ വിഡ്ത്ത് കുറഞ്ഞ് നമ്മളെ ഹൈറ്റ് ഭയങ്കര കൂടുതലായി കഴിഞ്ഞാൽ ബോറായിരിക്കില്ലേ? അല്ലെങ്കിൽ ഭയങ്കര വീതി, ഹൈറ്റ് പ്രോപ്പർ ആയിട്ടില്ല, വലിയ ഡോറാണ്, അതിന് ഹൈറ്റ് കുറഞ്ഞാണെങ്കിൽ കുറവായി കഴിഞ്ഞാൽ അതും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനാണ് ഈ തമ്പ് റൂൾ. ആ ഒരു ചെക്കിങ്ങിനാണ് വിഡ്ത്തിന്റെ ഹൈറ്റിന്റെ ആ റേഷ്യോ റെഡി ആവുന്നുണ്ടോ. നോർമലി ഒരു അട്രാക്റ്റീവ് അപ്പിയറൻസിനും പിന്നെ അതിന്റെ യൂസ് യൂട്ടിലിറ്റിയും കേസ് ചെയ്തിട്ട് ആണ് ഈ ഒരു തമ്പ് റൂൾ ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്ക് ചിലപ്പോൾ വീതി കുറഞ്ഞ ഡോറിന് വലിയ ഹൈറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ അത് വളരെ ബോറായിരിക്കും. അതാണ് ഈ തമ്പ് റൂൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എഴുതിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഹൈറ്റ് ഓഫ് ഡോർ ഈക്വൽ ടു വിഡ്ത്ത് പ്ലസ് 1 to 1.2 മീറ്റർ. Width of door equal to 0.4 to 0.6 into height. ഇനി നമ്മൾ ഡോറിന്റെ ലൊക്കേഷൻ പറഞ്ഞു. ഇനി വിൻഡോയുടെ ലൊക്കേഷൻ. പറഞ്ഞോളൂ. ഓക്കെ, ഇനി വിൻഡോയുടെ ലൊക്കേഷൻ. വിൻഡോയുടെ ലൊക്കേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം പോയിന്റ് തന്നെയാണ്. മാക്സിമം വെന്റിലേഷനും വിൻഡും കിട്ടുന്ന രീതിയിൽ പ്ലേസ് ചെയ്യാം. നേരത്തെ പറഞ്ഞ കേസുകളൊക്കെ തന്നെയാണ്. സൈസ് ഓഫ് റൂമിനെയും ക്ലൈമാറ്റിക് കണ്ടീഷനെയും യൂട്ടിലിറ്റി ആർക്കിടെക്ചറൽ പോയിന്റ് ഓഫ് വ്യൂവിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇനി പറയുന്ന പോയിന്റുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് റൂളാണ്. ഒരു 30 m³ ഇൻസൈഡ് വോളിയം, അതായത് ഒരു റൂമിന്റെ ഉള്ളിലുള്ള വോളിയം, അതായത് ഹൈറ്റ് ലെങ്ത് ബ്രെഡ്ത്ത് കൂട്ടിക്കഴിഞ്ഞാൽ 30 m³ കൂട്ടുകയാണെങ്കിൽ അതിനെന്ത് ചെയ്യണം? 1 മീറ്റർ സ്ക്വയർ വിൻഡോ ഏരിയ വേണം. വിൻഡോയുടെ ഏരിയ ഇപ്പോൾ 1 മീറ്റർ ബൈ 1 മീറ്റർ ഉള്ള വിൻഡോ മിനിമം കൊടുക്കണം. അതായത് നിങ്ങളെ ഒരു 1 മീറ്റർ വീതിയുള്ള ഒരു കേസ് എടുക്കുക. 1 മീറ്റർ വീതി 1 മീറ്റർ നീളം ഉള്ള ഒരു ചെറിയ റൂം 3 മീറ്റർ ഹൈറ്റ് ഉണ്ടെന്ന് വെറുതെ ഒരു എക്സാമ്പിൾ. അപ്പം 30 m³ എന്തായി? സോറി, 10 മീറ്റർ വീതി, 10 മീറ്റർ ലെങ്ത്തും 1 മീറ്റർ വിഡ്ത്തും 3 മീറ്റർ ഹൈറ്റും ഉള്ള ഒരു റൂം ഉണ്ട് വിചാരിക്കാം. അപ്പൊ അതിന്റെ എന്തായി? വോളിയം 30 m³ ആയി. അതിൽ മിനിമം എത്രയാണ്? 1 മീറ്റർ സ്ക്വയർ ഏരിയ ഉള്ള വിൻഡോ പ്രൊവൈഡ് ചെയ്യണം. അതിന്റെ വെന്റിലേഷൻ ആസ്പെക്റ്റില് 30 m³ ഇൻസൈഡ് വോളിയത്തിന് 1 മീറ്റർ സ്ക്വയർ വിൻഡോ ഏരിയ ആഡ് ചെയ്യണം. ഇനി വിഡ്ത്ത് ഓഫ് വിൻഡോ എന്ന് പറയുന്നത് 1/8 വിഡ്ത്ത് ഓഫ് റൂം പ്ലസ് ഹൈറ്റ് ഓഫ് റൂം. എന്താണ്? വിൻഡോയുടെ വിഡ്ത്ത് എത്രയാണ്? റൂമിന്റെ വിഡ്ത്തും ഹൈറ്റും ആഡ് ചെയ്തിട്ട് അതിന്റെ 1/8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന വാല്യൂ ആയിരിക്കണം എന്ത്? വിൻഡോയുടെ വിഡ്ത്ത്. നോർമൽ കേസിൽ നമ്മുടെ നാട്ടിൽ കൊടുക്കുന്ന വിൻഡോയുടെ സൈസ് എന്ന് പറഞ്ഞാൽ 1.5 by 1.5 3 ഷട്ടർ വിൻഡോ ആണ് കൊടുക്കുക. 1.5 അല്ലെങ്കിൽ കുറച്ചുകൂടെ ഹൈറ്റ് കൂടുതലുള്ള കൊടുക്കാറുണ്ട്. കിച്ചൺ വിൻഡോ ഒക്കെ ആണെങ്കിൽ 1.5 by 1 മീറ്റർ ആണ് നോർമൽ കേസിൽ കൊടുക്കാറ്. ഈ വിഡ്ത്ത് ഓഫ് വിൻഡോ നമ്മൾ കാണാനുള്ള മെത്തേഡാണ് 1/8 ഇൻറ്റു വിഡ്ത്ത് ഓഫ് റൂം പ്ലസ് ഹൈറ്റ് ഓഫ് റൂം. അതായത് 4 മീറ്റർക്ക് 5 മീറ്റർ ഉള്ള, അല്ലെങ്കിൽ 3ക്ക് 4 ഉള്ള ഒരു റൂം, 3ക്ക് 4 ഉള്ള റൂം ഹൈറ്റ് ഒരു 3 മീറ്റർ ആണ് വിചാരിക്കണമെങ്കിൽ എന്താണ്? 3 + 3 6/8 6/8 ആണ് എന്ത്? അവിടുത്തെ വിൻഡോയുടെ വിഡ്ത്ത്. ഓക്കെ. പിന്നെ ഫ്ലോർ ഏരിയയുടെ 15% വിൻഡോ ഓപ്പണിങ്ങിന്റെ ഏരിയ, അതായത് 3x4 റൂം ആണെങ്കിൽ 12 m² ആയി അല്ലേ? 12 m²ന്റെ 15%. എത്ര വരും? 12 m²ന്റെ 15% എന്ന് പറയുമ്പോൾ 1.8 m². 1.8 m² ആയിരിക്കണം എന്ത്? വിൻഡോയുടെ ഏരിയ. അതായത് 1.8 m² എന്ന് പറയുമ്പോൾ 1 മീറ്റർ ഉള്ള വീതിയുള്ള വിൻഡോ, ഹൈറ്റ് ഉള്ള വിൻഡോ ആണ് കൊടുക്കുന്നെങ്കിൽ 1.8 മീറ്റർ എന്ത് ചെയ്യണം? വീതി വേണം ആ ഒരു റൂമിൽ. മിനിമം അതെങ്കിലും വേണം എന്നുള്ളതാണ്. 20% ഓഫ് ഫ്ലോർ ഏരിയ ഓഫ് വിൻഡോ റെസിഡൻസ് പബ്ലിക് ബിൽഡിംഗിലാണെങ്കിൽ അത് 20% ഓഫ് ഫ്ലോർ ഏരിയ എന്ത് ചെയ്യണം? വിൻഡോന്റെ ഏരിയ കൊടുക്കണം. ഫ്ലോർ ഏരിയയുടെ 20% വേണം എന്ത്? വിൻഡോയുടെ ഓപ്പണിംഗ് ഏരിയ.
ഗ്ലാസ് പാനൽ ഏരിയ, ചില വിൻഡോ ഗ്ലാസ് പാനൽ ചെയ്യുന്നുണ്ടല്ലോ, ഗ്ലാസ് വിൻഡോ, അത്രേ ഉള്ളൂ. അതിന്റെ ഏരിയ എന്ന് പറഞ്ഞത് ഫ്ലോർ ഏരിയയുടെ 10% എങ്കിലും വേണം. ഓക്കെ, ഇതാണ് റൂളുകൾ. ഇത് പല പരീക്ഷകൾക്കും ചോദിക്കാറുണ്ട്. ഈ ഒരു തമ്പ് റൂളുകളാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത സ്ലൈഡിലോട്ട് പോകാം. അപ്പോൾ പോയിന്റ്സ് ഒന്നുകൂടെ പറയാം. 30 m³ വോളിയത്തിന് 1 m² വിൻഡോ ഏരിയ വേണം. വിൻഡോയുടെ വിഡ്ത്ത് എന്ന് പറയുന്നത് 1/8 ഓഫ് വിഡ്ത്ത് ഓഫ് റൂം പ്ലസ് ഹൈറ്റ് ഓഫ് റൂം. 15% ഓഫ് ഫ്ലോർ ഏരിയ എന്ന് പറയുന്നത് ആയിരിക്കണം എന്ത്, റെസിഡൻഷ്യൽ ബിൽഡിംഗിൽ വിൻഡോയുടെ ഓപ്പണിംഗ് ഏരിയ. അത് പബ്ലിക് ബിൽഡിംഗിൽ വരുമ്പോൾ 20% ഓഫ് ഫ്ലോർ ഏരിയ ആയിരിക്കും. 10% ഓഫ് ഫ്ലോർ ഏരിയ ആണ് ഗ്ലാസ് പാനൽ ഏരിയ. ഗ്ലാസ് പാനൽ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൻഡോയിൽ ഇപ്പോൾ ഗ്ലാസ് വെച്ച ഏരിയ മാത്രം, അത് ടോട്ടൽ വിൻഡോന്റെ ഏരിയ അല്ല, ഗ്ലാസ് വെച്ച ഏരിയ ഉണ്ടല്ലോ. ഇതിലിപ്പോ ഒരു വിൻഡോ ഉണ്ടെങ്കിൽ അതിൽ ഫുൾ ഏരിയ ഗ്ലാസ് ഉണ്ടാവില്ല, അതിന്റെ ഷട്ടറൊക്കെ പോകും, അതിന്റെ ഫ്രെയിമൊക്കെ അതിൽ പോകും. അപ്പോൾ ആ ഒരു ഏരിയ ഫ്ലോർ ഏരിയന്റെ 10% ആണ് എന്നുള്ളതാണ് പറയുന്നത്. ഇനി ഉള്ള കാര്യങ്ങളെ കുറച്ചുകൂടി ശ്രദ്ധിക്കുക. അടുത്ത സ്ലൈഡ് മാറിയില്ല. ഓക്കെ, ഇനി ഇത് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്. വിൻഡോയുടെ ഡോറുകളുടെ പാർട്സുകൾ ഒരുപാട് നിങ്ങൾക്ക് അറിയുന്ന സാധനം തന്നെയാണ് വിൻഡോ ഡോർ, പക്ഷെ ഇതിന് ഒരുപാട് ടെക്നിക്കൽ ടേംസുകൾ പഠിക്കാനുണ്ട്. അതാണ് ഇനി പറയുന്നത്. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. ഡോറിന്റെ ടെക്നിക്കൽ ടേംസ് ആണ് നമ്മൾ ആദ്യം പറയുന്ന ഭാഗങ്ങൾ. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഇത് ഡോറിന്റെ ഫ്രെയിമാണ്. ഫ്രെയിമിന്റെ പാർട്സുകളാണ് ആദ്യം പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് ഫസ്റ്റ് ഒരു ഫ്രെയിം? ഫ്രെയിം ഈസ് എ ഗ്രൂപ്പ് ഓഫ് മെമ്പർ വിച്ച് സപ്പോർട്ട്സ് ഡോർസ് ബാർ വിൻഡോസ്. ഡോറിനെ വിൻഡോനെ സപ്പോർട്ട് ചെയ്യുന്ന, ഡോറിന്റെ ഒരു പാർട്ട് തന്നെയാണ്, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സാധനമാണ് എന്ത്, ഫ്രെയിം. അതായത് കട്ടില എന്ന് പറയുന്ന സാധനം. ഡോർ ജനൽ കട്ടില, വാതിൽ കട്ടില എന്ന് പറയുന്നത്, വാതിൽ കട്ടില, അതാണ് ഫ്രെയിം. ഇനി അതിൽ ഓരോ പാർട്ടുകളും നോക്കാം. ഇതൊരു ഡോർ ഫ്രെയിമിന് സ്ലൈഡിൽ പിക്ചർ കാണുന്നല്ലേ, അത് പോയിന്റ്സ് ലാസ്റ്റ് എൻ്റെ ഡെഫിനിഷൻ, ഒന്നിന്റെ ടേംസിന്റെ ഡെഫിനിഷൻ ഒരുമിച്ച് ലാസ്റ്റ് എഴുതാം. ആദ്യം എന്തൊക്കെയെന്ന് മനസ്സിലാക്കുക. ഹെഡ് എന്ന് പറയുന്നത് ടോപ്പിലുള്ള മെമ്പറിനെ, ഫ്രെയിമിലെ ടോപ്പിലുള്ള മെമ്പറിനെയാണ് ഹെഡ് എന്ന് പറയുന്നത്. താഴെ ഒരു മെമ്പർ ഉണ്ടെങ്കിൽ അത് സില്ല് എന്ന് പറയും. സില്ല് പിക്ചറിലില്ല, സില്ല്. പിന്നെ ജാമ്പ് അല്ലെങ്കിൽ പോസ്റ്റ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ മെമ്പറാണ്. ഒരു ഫ്രെയിമിന്റെ വെർട്ടിക്കൽ മെമ്പറാണ് ജാമ്പ് അല്ലെങ്കിൽ പോസ്റ്റ് എന്ന് പറയുന്നത്. ഈ ജാമ്പ് എന്നൊക്കെ പറഞ്ഞ PSCയുടെ സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. വെർട്ടിക്കൽ മെമ്പർ ഓഫ് എ ഡോർ ഫ്രെയിം, വിൻഡോ ഡോർ ഫ്രെയിം. വിൻഡോക്കും ഇത് തന്നെയാണ് കേട്ടോ പേര്, ജാമ്പ് തന്നെയാണ് പറയുന്ന പേര്. ഓക്കെ, കൺഫ്യൂസ്ഡ് ആവരുത്. പിന്നെ ഇതിൽ വരുന്ന കേസ് ഹോൾഡ് ഫാസ്റ്റ്. ഹോൾഡ് ഫാസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ക്ലാമ്പ് കൊടുക്കുക എന്ന് പറയും. നമ്മുടെ നാട്ടിൽ കട്ടില വെക്കുമ്പോൾ കട്ടില ക്ലാമ്പ് ചെയ്തിട്ട് അടുത്തുള്ള മാസൺറിയിൽ ഇത് ലോക്ക് ചെയ്ത് വെക്കും, അല്ലെങ്കിൽ അവിടെ കോൺക്രീറ്റ് ചെയ്തിട്ട് വെക്കും. ഇതിനെയാണ് ഹോൾഡ് ഫാസ്റ്റ് എന്ന് പറയുന്നത്. ഇത് മൈൽഡ് സ്റ്റീലിന്റെ ഫ്ലാറ്റ് പ്ലേറ്റുകളാണ്. ഓക്കെ, അത് ഈ ഒരു ഷേപ്പിലാണ് ഉണ്ടാവുക. ഈ പിക്ചറിൽ കാണിച്ച പോലെ ഈ ഒരു ഷേപ്പിലാണ് ഉണ്ടാവുക. ഇതാണ് ഹോൾഡ് ഫാസ്റ്റ്. ഇത് മൈൽഡ് സ്റ്റീലുകൾ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ചില കേസിൽ GI കൊണ്ടും ഉള്ള ക്ലാമ്പുകളും അവൈലബിൾ ആണ്. ഓക്കെ, ഇതിൽ ഒരു പോയിന്റ് ഉള്ളത്, നിങ്ങൾ സാധാരണ നോർമൽ കേസിന് ഡോറിന് ഓരോ സൈഡിലും 3 എണ്ണം വീതം കൊടുക്കണം. 3 എണ്ണം. ഓക്കെ, ഡോറിന്റെ കേസിൽ 3 എണ്ണം, ഒരു സൈഡിൽ 3 എണ്ണം വീതം കൊടുക്കണം. അപ്പൊ 6 എണ്ണം ഉണ്ടാവും ഒരു ഡോറിന് രണ്ട് സൈഡിലുമായിട്ട്. വിൻഡോന്റെ കേസിലാണെങ്കിൽ ഒരു സൈഡിൽ 2 എണ്ണം വീതം കൊടുക്കണം. ഹോൾഡ് ഫാസ്റ്റ്. ഓക്കെ, അപ്പൊ ഹോൾഡ് ഫാസ്റ്റ് ആയി, ജാമ്പ് പോസ്റ്റ് ആയി, ഹെഡ് ആയി, സില്ലായി. ഇനി വരുന്ന പോർഷൻ ഈ ഹോൺ എന്ന് പറയുന്നത്. ഹോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡിന്റെ ഒരു പോർഷൻ തന്നെയാണ്. ജാമ്പ് അല്ലെങ്കിൽ പോസ്റ്റ് കഴിഞ്ഞു വരുന്ന പോർഷൻ, ഇത്രയും പോർഷൻ ഉണ്ടല്ലോ, ചെറിയൊരു പോർഷൻ, ഇതിനെയാണ് ഹോൺ എന്ന് പറയുന്നത്. ഹോൺ. ഓക്കെ, ഇനി റിബേറ്റ്. റിബേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഡോറിന്റെ ഫ്രെയിമിനകത്ത് ഡോറിന്റെ ഷട്ടർ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കട്ട് ഉണ്ടാവും. അതായത് നമ്മുടെ ഡോറ് വന്ന് അടഞ്ഞു നിൽക്കൂലേ, അവിടെ ഇങ്ങനെ ചെറിയതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടാവുമല്ലോ ഡോറ് കയറാൻ വേണ്ടിയിട്ട്. ആ ഒരു റിസസിനെയാണ് എന്താ പറയുന്നത്, റിബേറ്റ് എന്ന് പറയുന്നത്. ഇതിൽ കാണിച്ച ചെറിയ ഈ ഒരു പോർഷൻസിനെയാണ് റിബേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ ടേംസ് നമുക്ക് ഒരുമിച്ച് എഴുതാം. ആദ്യം ഇത് മനസ്സിലാക്കുക. ഓക്കെ, ഇതിനെയാണ് റിബേറ്റ് എന്ന് പറയുന്നത്. ഈ റിസസ് ഫോംഡ് ഇൻ ദ ഫ്രെയിം. ഓക്കെ,
in order to receive the shutter. ഇനി ആ പോയിന്റ്സിൽ ഏതൊക്കെയോ നോക്കാം. ഇനി ഏതെങ്കിലും മിസ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഹെഡ് എന്ന് പറഞ്ഞാൽ അപ്പർ മോസ്റ്റ് ഹൊറിസോണ്ടൽ പാർട്ട് ഓഫ് ഫ്രെയിം പറഞ്ഞു. സില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോവർ മോസ്റ്റ് ഹൊറിസോണ്ടൽ പാർട്ട് ഓഫ് എ ഫ്രെയിം. ഇനി മുള്ളിയണും ട്രാൻസമും അത് പറയാം. മുള്ളിയൻ ട്രാൻസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർട്ടിക്കൽ സബ് ഡിവൈഡ് വിച്ച് ഡിവൈഡ് വിൻഡോ ഓർ ഡോർ ഓപ്പണിംഗ് വെർട്ടിക്കലി. ചില കേസിൽ എന്തുണ്ടാവും, ഇപ്പൊ വിൻഡോന്റെ കേസിലൊക്കെ ആണെങ്കിൽ നോർമൽ വിൻഡോയുടെ കേസിലാണ് വരുന്നത്, ഫ്രെയിമിന് എന്ത് 3 കള്ളി അതിലാണെങ്കിൽ ഇടയ്ക്ക് എന്തുണ്ടാവും, ഇങ്ങനെ വീണ്ടും കട്ടിലുണ്ടാവില്ലേ, അതിനെയാണ് മുള്ളിയൻ. വെർട്ടിക്കൽ സബ് ഡിവൈഡിനെയാണ് മുള്ളിയൻ എന്ന് പറയുന്നത്. ഈ മുള്ളിയൻ ചില ഏരിയയിൽ ഡോറിനും ഉണ്ടാവും, അപ്പുറം 2 ഷട്ടറുള്ള ഡോറൊക്കെയാണ് ചിലപ്പോൾ സെൻട്രൽ വലിയ ഡോറുകൾക്കൊക്കെ സെൻട്രലിൽ ഒരു ഇത് ഉണ്ടാവും, ഇവിടെയും ഒരു പാർട്ടീഷൻ പോലെ, അതിനെയാണ് മുള്ളി എന്ന് പറയുന്നത്. ഇനി ഹൊറിസോണ്ടൽ സബ് ഡിവൈഡ് ആണെങ്കിൽ അതിനെന്ത് പറയും, ട്രാൻസം എന്ന് പറയും. കണ്ടിട്ടുണ്ടാവും, ഇങ്ങനെയുള്ള ഇപ്പോ നമ്മുടെ നാട്ടിലേക്കുള്ള വിൻഡോ അല്ലേ, ഇതില് മുകളിൽ ഒരു ചെറിയ കള്ളിയും താഴെ വലിയ കള്ളി ഉണ്ടാവില്ലേ, അങ്ങനത്തെ കേസിലൊക്കെ എന്തുണ്ടാവും, ഇത് എന്ന് പറയുന്നത് എന്താണ്, ഇതൊരു ട്രാൻസമാണ്. ഈ ഒരു കാണിച്ചേക്കുന്ന ട്രാൻസമാണ്, ഇത് മുള്ളിയാണ്. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നു. അപ്പോൾ മുള്ളിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർട്ടിക്കൽ സബ് ഡിവൈഡ് വിച്ച് ഡിവൈഡ് വിൻഡോ ഓർ ഡോർ ഓപ്പണിംഗ് വെർട്ടിക്കലി. ട്രാൻസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ സബ് ഡിവൈഡ് വിച്ച് ഡിവൈഡ് വിൻഡോ ഓർ ഡോർ ഓപ്പണിംഗ് ഹൊറിസോണ്ടൽ. ഹോൺ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഹൊറിസോണ്ടൽ പ്രൊജക്ഷൻ ഓഫ് ഹെഡ് ഓർ സിൽ ബിയോണ്ട് ദ ഫേസ് ഓഫ് ഫ്രെയിം. ഹെഡിന്റെയും സില്ലിനും പറയട്ടോ. ഈ ഒരു ഭാഗം നമ്മുടെ മേസറിന്റെ അകത്ത് ഇൻസൈഡ് കുടുക്കി വെച്ചൊക്കെ ചെയ്യാം അല്ലെ, ഹോണ്. ഓക്കെ, ഹൊറിസോണ്ടൽ പ്രൊജക്ഷൻ ഓഫ് ഹെഡ് ഓർ സില്ല് ബിയോണ്ട് ദ ഫേസ് ഓഫ് ഫ്രെയിം, അതാണ് ഹോൺ. ഹോൾഡ് ഫാസ്റ്റ് നമ്മൾ പറഞ്ഞു, പ്രൊവൈഡഡ് ടു ഹോൾഡ് ഡോർ ഓർ വിൻഡോ ഇൻ പൊസിഷൻ. വിൻഡോനെയും ഡോറിനെയും ഉറപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ട് അല്ലെ, ഇളകി പോരാണ്ടിരിക്കാൻ നമ്മൾ ഫോഴ്സിലി ഇങ്ങനെ കുറെ കാലം യൂസ് ചെയ്യുമ്പോൾ ഇതിനെ ഇളക്കം പറ്റാണ്ടിരിക്കാനാണ് ഹോൾഡ് ഫാസ്റ്റുകൾ, ക്ലാമ്പുകൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡോർസിന് 3 numbers ഓൺ ഈച്ച് സൈഡ്, ഫോർ വിൻഡോസ് 2 numbers ഓൺ ഈച്ച് സൈഡ്. അത് മസ്റ്റ് ആണ് ഹോൾഡ് ഫാസ്റ്റ്. നിങ്ങൾ സൈറ്റിൽ നിങ്ങൾ സൂപ്പർവിഷനൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഡോർസിന്റെ വിൻഡോസിന്റെ ഈ ക്ലാമ്പിന്റെ എണ്ണം. ലേബേഴ്സ് അവരുടെ എളുപ്പത്തിന് എന്ത് ചെയ്യും, ഒന്നൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ട് പോകും. അപ്പൊ നമ്മൾ പറയണം, ഡോർസിന്റെ ഒരു സൈഡിൽ 3 എണ്ണം പ്രൊവൈഡ് ചെയ്യണം, വിൻഡോന്റെ ഒരു സൈഡിൽ 2 എണ്ണം വെച്ച് പ്രൊവൈഡ് ചെയ്യണം. അത് എക്സ്ട്രാ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എണ്ണം സ്പെസിഫൈ ചെയ്യുന്നത്. ഓക്കെ, റിബേറ്റ്, റെക്ടാങ്കുലർ റിസസ് അറൌണ്ട് ഫ്രെയിം ടു റിസീവ് ഡോർ. നമ്മൾ പറഞ്ഞു റിബേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, റെക്ടാങ്കുലർ റിസസ് അല്ലെ, നമ്മൾ ആ ഡോറിന്റെ കട്ടിലേല് ഡോർ വന്ന് നിൽക്കുന്ന ആ ഒരു ചെറിയൊരു കട്ടിങ് ഉണ്ടാവില്ല, റെക്ടാങ്കുലർ ആയിട്ട് ഫുള്ള് കട്ട് ചെയ്തിട്ടുണ്ടാവും, ആ ഒരു പോർഷനാണ് എന്ത് പറയുന്നത്, റിബേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നുകൂടെ ഒരു പിക്ചർ ഇവിടെ കാണിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഇതിലിപ്പോ ഇതാണ് എന്ത്, ഹെഡ്, താഴെ വരുന്ന സില്ല്, ഈ റിസസ് എന്ന് പറയുന്നത് ഇവിടെ ചെറിയൊരു കട്ടിങ് ഉണ്ടല്ലേ, റിബേറ്റ്, ഇവിടെ ചെറിയ കട്ടിങ് ഡോർ അങ്ങോട്ട് കയറാൻ വേണ്ടിയിട്ട്, അതാണ് റിബേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കുറച്ചുകൂടി ടേമുകൾ. ജാമ്പ് നമ്മൾ പറഞ്ഞു പോസ്റ്റ് അല്ലെങ്കിൽ വെർട്ടിക്കൽ സർഫസ് ഓഫ് ആൻ ഓപ്പണിംഗ്. സോറി, ഈ ജാമ്പ് എന്ന് പറയുന്നത് ആക്ച്വലി ഫ്രെയിമിന്റെ വെർട്ടിക്കൽ മെമ്പറിനെയും പറയാറുണ്ട്. ഒരു ഓപ്പണിങ് വെറുതെ അവിടെ ഫ്രെയിം ഒന്നും വെച്ചിട്ടില്ല, ഒരു ഡോറിനുള്ള ഓപ്പണിംഗ് ആണെന്ന് വിചാരിച്ചോളൂ, അതിന്റെ വെർട്ടിക്കൽ സർഫസ് ഉണ്ടല്ലോ, അതായത് ഇപ്പോ ഇതിന്റെ ഒരു എലിവേഷൻ സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു പോർഷൻ, ഒരു ചുമരിന്റെ ഒരു സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു പോർഷനെയും ജാമ്പ് എന്ന് പറയാറുണ്ട്. അത് ഫുള്ളായിട്ട്, അത് ഫ്രെയിം ഇല്ലാണ്ട് തന്നെ അതിനെയും ജാമ്പ് എന്ന് പറയാറുണ്ട്. ഇനി എന്താണ് റിവീൽ എന്ന് പറഞ്ഞൊരു ടേം. നമ്മളെ ഒരു ചുമര്, അതിൽ ഇപ്പോ 20 സെന്റിമീറ്റർ ആണ് നോർമലി ഒരു വാൾ ഉണ്ടാവുന്നത് അല്ലെ, ഈ നോർമൽ വാൾ തിക്നെസ് 20 സെന്റിമീറ്റർ ആണ്. നമ്മുടെ ഒരു വിൻഡോ അല്ലെങ്കിൽ ഡോർ ഫ്രെയിമിലെ തിക്നെസ് എത്ര വരുള്ളൂ, മാക്സിമം ഒരു 10 സെന്റിമീറ്റർ ഒക്കെ വരുള്ളൂ മാക്സിമം, അല്ലെങ്കിൽ ഒരു 15 സെന്റിമീറ്റർ. നമ്മൾ അത് പ്ലേസ് ചെയ്യുന്നത് ഒന്നില്ലെങ്കിൽ ഔട്ടർ ഫ്ലഷ് ചെയ്ത്, ഇതിപ്പോ ഔട്ടർ സൈഡ് ആണ് ഇരിക്കുക, അത് നമ്മളെ കൺവീനിയൻസ് അനുസരിച്ചാണ്. ചിലപ്പോൾ ഔട്ടർ ഫ്ലഷ് ചെയ്തിട്ട് വെക്കും, അല്ലെങ്കിൽ ഇന്നർ ഫ്ലഷ് ചെയ്തിട്ട് വെക്കും, കാരണം ഏത് ഭാഗത്തേക്കാണ് നമ്മൾ തുറക്കേണ്ടതെന്ന് നോക്കിയിട്ട്. അപ്പൊ നമ്മൾ ഫ്രെയിം ഇങ്ങനെ വെച്ചു എന്ന് വിചാരിക്കാം, ഇത് നമ്മൾ ഫ്രെയിം വെച്ച സ്ഥലം. ബാക്കി വരുന്ന പോർഷൻ ഉണ്ടല്ലോ, അതിനെയാണ് റിവീൽ എന്ന് പറയുന്നത്. എക്സ്പോസ്ഡ് വെർട്ടിക്കൽ സർഫസ് ഓഫ് ആൻ ഓപ്പണിംഗ് ആഫ്റ്റർ പ്ലേസിംഗ് ദ ഫ്രെയിം. ഫ്രെയിം പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി കാണുന്ന ഭാഗം, അതാണ് റിവീൽ.
ഇതും PSCയുടെ ഓവർസിയർ എക്സാമിന്റെ സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. എക്സ്പോസ്ഡ് വെർട്ടിക്കൽ സർഫസ് ഓഫ് ആൻ ഓപ്പണിംഗ്, ഒരു അല്ലെങ്കിൽ വിൻഡോ അല്ലെങ്കിൽ ഡോർ എന്ന് അങ്ങനെ സ്പെസിഫൈ ചോദിക്കാറുണ്ട്. ഓക്കെ, ഇനി എന്താണ് ആർക്കിട്രേവ്? എന്നിട്ട് സ്റ്റോപ്പ്, ബ്ലോക്ക് ഓഫ് വുഡ് ഫിക്സഡ് ഓൺ ബാക്ക് സൈഡ് ഓഫ് ഡോർ. അതായത് ഡോറിന്റെ ഷട്ടറിന്റെ ബാക്കിൽ വെക്കുന്നത്. ഇതിന്റെ ബാക്കിൽ നമ്മൾ ചില സ്ഥലങ്ങളിൽ ചുമരിൽ വന്ന് അടിക്കാണ്ടിരിക്കാൻ ഒരു വുഡിന്റെ ബ്ലോക്ക് അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിന്റെ ഒരു ബുഷൊക്കെ വെക്കാറില്ലേ, അതാണ് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി വെക്കുന്നതാണ് സ്റ്റോപ്പ് എന്ന് പറയുന്നത്. ഇനി ആർക്കിട്രേവ്, മോൾഡിംഗ് അറൗണ്ട് ഡോർ വിൻഡോ ഫ്രെയിം. ആർക്കിട്രേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, ഒരു വിൻഡോ ഫ്രെയിമിന്റെ മുകളിൽ കൊടുക്കുന്ന കുറച്ച് എക്സ്ട്രാ ഒരു അപ്പിയറൻസിന് വേണ്ടി കൊടുക്കുന്ന മോൾഡിങ്ങിനെയാണ് എന്ത് ആർക്കിട്രേവ് എന്ന് പറയുന്നത്. അതിന് കൊടുക്കുന്ന എക്സ്ട്രാ അഡീഷണൽ സപ്പോർട്ടിനെയാണ് ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, വുഡൻ ബ്ലോക്സ് ആണ്. ഈ ഡാർക്ക് ബ്ലാക്കിൽ കാണിച്ചാണ് ഗ്രൗണ്ട്. ഓക്കെ, അപ്പോൾ ടേംസ് എല്ലാം ആയി. ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാണ്. ഫ്രെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പ് അസംബ്ലി, ഡോർസിന്റെ വിൻഡോസിന്റെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അസംബ്ലി. ഹെഡ് എന്ന് പറയുന്ന അപ്പർ മോസ്റ്റ് പോർഷൻ ഓഫ് എ ഫ്രെയിം, സിൽ എന്ന് പറയുന്നത് ലോവർ മോസ്റ്റ്, മുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർട്ടിക്കലി ആയിട്ട് ഫ്രെയിമിനെ ഡിവൈഡ് ചെയ്യുന്ന ഒരു മെമ്പർ, ട്രാൻസ് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടലി ഡിവൈഡ് ചെയ്യുന്ന ഒരു ഹൊറിസോണ്ടൽ മെമ്പർ, ഹോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊജക്ഷൻ ഓഫ് ഹെഡ് ഓർ സില്ല്, ഫ്രെയിമിന്റെ ഹെഡിന്റെ സില്ലിന്റെയോ പ്രൊജക്ഷൻ ബിയോണ്ട് ദ ഫേസ് ഓഫ് ദി ഫ്രെയിം, ഫ്രെയിമിന്റെ ഫേസും കഴിഞ്ഞ് പ്രൊജക്ട് ചെയ്ത് പോകുന്ന ഹോൺ. ഹോൾഡ് ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡോറിനെയും വിൻഡോനെയും പൊസിഷനിലും അതിന്റെ പൊസിഷനിൽ കീപ്പ് ചെയ്യുന്നതിന് നമ്മളെ പ്രൊവൈഡ് ചെയ്യുന്ന എക്സ്ട്രാ ക്ലാംസ് ആണ് ഹോൾഡ് ഫാസ്റ്റുകൾ. പിന്നെ റിബേറ്റ് എന്ന് പറയുന്നത് റെക്ടാങ്കുലർ റിസസ് in order to receive the door shutter. Rectangular recess formed in the frame in order to receive door shutter. Okay. Jamb എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ vertical opening ന്റെ vertical surface. Reveal എന്ന് പറഞ്ഞാൽ exposed vertical surface of an opening. Stop എന്ന് പറഞ്ഞാൽ block of wood fixed on back side of a door. Architrave, molding around door or window frame. Ground എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ additional wooden supports to architrave. Okay. അപ്പോൾ നമ്മൾ ആ ജാമ്പ് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. കണ്ടില്ലേ, ഒരു ഓപ്പണിങ്ങിന്റെ ഈ വെർട്ടിക്കൽ സൈഡിനാണ് ജാമ്പ് എന്ന് പറയുന്നത്. ഫ്രെയിം ഒന്നും വെച്ചിട്ടില്ല എങ്കിലും അതിന് ജാമ്പ് എന്ന് പറയുന്നുണ്ട്. ഫ്രെയിം വെച്ചു, ബാക്കി വരുന്ന പോർഷൻ ആണ് റിവീൽ. ഓക്കെ, റിവീൽ എക്സ്പോസ്ഡ് വെർട്ടിക്കൽ സർഫസ് ഓഫ് ആൻ ഓപ്പണിംഗ്. എക്സ്പോസ്ഡ് വെർട്ടിക്കൽ സർഫസ് ഓഫ് ആൻ ഓപ്പണിംഗ് എന്ന് പറയുന്നത് സ്ഥിരം PSC ക്വസ്റ്റ്യൻ ആണ്, മറക്കരുത്. റിവീൽ. ഓക്കെ, എന്തായാലും കുറെ എക്സാമുകൾ ഇനിയും വരും. നിങ്ങൾ ഇറങ്ങുമ്പോഴേക്കും ഇനിയും എക്സാമുകൾ വരും. അപ്പോൾ മറന്നു പോകണ്ട. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ എക്സാമുകൾ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് അഡ്വാൻറ്റേജ് അതിന് കിട്ടും. ഓക്കെ, ഇനി ഷട്ടർ. ഷട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പാർട്ടുകളാണ് നമുക്ക് നോക്കുന്നത്. സ്റ്റൈൽ. നമ്മൾ ഫ്രെയിമിന്റെ വെർട്ടിക്കൽ മെമ്പർ എന്ന് പറഞ്ഞു, ജാമ്പ് അല്ലെങ്കിൽ പോസ്റ്റ് എന്ന് പറഞ്ഞു. ഇനി വെർട്ടിക്കൽ ഔട്ട്സൈഡ് മെമ്പർ ഓഫ് ഷട്ടർ എന്ന് പറയുന്നത് സ്റ്റൈലാണ്. സ്റ്റൈൽ. ഇനി അതിന്റെ ഹൊറിസോണ്ടൽ മെമ്പറുകളെ റെയിൽ എന്നാണ് പറയുന്നത്. അതിൽ തന്നെ ഒരുപാട് റെയിലുകളുണ്ട്. ടോപ്പ്, ലോക്ക്, ബോട്ടം, ഇന്റർമീഡിയറ്റ് റെയിൽ, ഫ്രീസ് റെയിൽ. അപ്പൊ എന്താണ് ടോപ്പ് റെയിൽ? ടോപ്പ് റെയിൽ എന്ന് പറഞ്ഞാൽ ടോപ്പ് മോസ്റ്റ് റെയിൽ, ഇവിടെ കൊടുത്തിട്ടുള്ള ഇതാണ് ടോപ്പ് റെയിൽ. പിന്നെന്താ ഉള്ളത്? ലോക്ക് റെയിൽ ഉണ്ട്. ഈ ലോക്ക് റെയിൽ എന്ന് പറയുന്നത് ഈ ഒരു പോർഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇവിടെയാണ് എന്ത് ലോക്ക് അറേഞ്ച്മെന്റ്സ് എല്ലാം വെക്കുന്നത്, ഈ ലോക്ക് റെയിൽ. പിന്നെ ബോട്ടം മോസ്റ്റ് റെയിൽ, ഏറ്റവും ബോട്ടം പോർഷനിലുള്ള ഹൊറിസോണ്ടൽ മെമ്പർ ആണ് ബോട്ടം റെയിൽ എന്ന് പറയുന്നത്. ബാക്കി അതിനിടക്ക് വരുന്ന എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഇന്റർമീഡിയറ്റ് റെയിലുകളാണ്. പിന്നെ ലോക്ക് റെയിലിനും ടോപ്പ് റെയിലിനും ഇടയിൽ വരുന്ന റെയിലാണ് ഫ്രീസ് റെയിൽ. ഫ്രീസ് റെയിൽ. ഓക്കെ, ഇതും ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോ ടോപ്പ് റെയിൽ, ബോട്ടം റെയിൽ, ലോക്ക് റെയിൽ, ഫ്രീസ് റെയിൽ. ഓക്കെ, രണ്ട് റെയിലുകൾക്ക് ഇടയിൽ വരുന്ന പോർഷനാണ് പാനൽ എന്ന് പറയുന്നത്. ഈ പാനൽ നിങ്ങൾക്ക് അറിയാം, ക്രോസിൽ മരം അടിച്ചിട്ടുണ്ട്, അതിന്റെ ഇടയ്ക്ക് എന്ത് ചെയ്യും, കനം കുറഞ്ഞ വല കൊണ്ടടിക്കും അല്ലേ, അതാണ് പാനൽ. അത് മരം കൊണ്ടാവാം, വുഡൻ ആവാം, ഗ്ലാസ് ആവാം. അപ്പോൾ വുഡൻ പാനൽസ് ഉണ്ടാവും, ഗ്ലാസ് പാനൽസ് ഉണ്ടാവും. ഓക്കെ, ഇനി അതിന്റെ ഡെഫിനിഷൻസ് നോക്കാം. ടോപ്പ് റെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് മോസ്റ്റ് ഹൊറിസോണ്ടൽ മെമ്പർ ഓഫ് എ ഷട്ടർ. ലോക്ക് റെയിൽ, മിഡിൽ മോസ്റ്റ് ഹൊറിസോണ്ടൽ മെമ്പർ ഓഫ് ഷട്ടർ where the locking arrangements are fixed. Lock rail is the middlemost horizontal member of a shutter where the locking arrangements are fixed.
ഇനി ബോട്ടം റെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോവർ മോസ്റ്റ് ഹൊറിസോണ്ടൽ മെമ്പർ ഓഫ് എ ഷട്ടർ. ബോട്ടം റെയിൽ ഈസ് ദ ലോവർ മോസ്റ്റ് ഹൊറിസോണ്ടൽ മെമ്പർ ഓഫ് ഷട്ടർ. ഇന്റർമീഡിയറ്റ് റെയിൽ അല്ലെങ്കിൽ ക്രോസ് റെയിൽ എന്നുള്ള പേര് കൂടെ ഉണ്ട്. ഹൊറിസോണ്ടൽ മെമ്പർ ഓഫ് എ ഷട്ടർ ബിറ്റ്വീൻ ടോപ്പ് റെയിൽ ആൻഡ് ബോട്ടം റെയിൽ. ടോപ്പ് റെയിലിനും ബോട്ടം റെയിലിനും ഇടയിൽ വരുന്ന എല്ലാം ഇന്റർമീഡിയറ്റ് റെയിലാണ്. ഇന്റർമീഡിയറ്റ് റെയിൽ ഈസ് ദ ഹൊറിസോണ്ടൽ മെമ്പർ ഓഫ് എ ഷട്ടർ ബിറ്റ്വീൻ ടോപ്പ് റെയിൽ ആൻഡ് ബോട്ടം റെയിൽ. ഫ്രീസ് റെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ റെയിൽ ഫിക്സ്ഡ് ബിറ്റ്വീൻ ടോപ്പ് റെയിൽ ആൻഡ് ലോക്ക് റെയിൽ. എ റെയിൽ in between the top rail and the lock rail. Okay. Panel is the area of shutter seen between the rails. Area of shutter seen between the rails. Okay. ഇനി ഓക്കെ, ഇനി ടൈപ്സ് ഓഫ് ഡോർസ് ആണ് പഠിക്കാനുള്ളത്. ഇതിനുള്ള പോയിന്റ്സ് ഒക്കെ എഴുതിയിരുത്തിട്ടുണ്ടല്ലോ അല്ലെ? ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഏതെങ്കിലും പാർട്ട് മനസ്സിലാവാത്തുണ്ടോ? ഉറങ്ങിയല്ലാരും. മുന്നേ പറഞ്ഞോ. തരും. കഴിഞ്ഞ നോട്ട് ചെയ്തിട്ടുണ്ടല്ലേ? നോട്ട് PDF ആയിട്ട് തരും. പിന്നെ ഇതിപ്പോ റെക്കോർഡിംഗ് ആണ്, അത് നിങ്ങൾക്ക് ലിങ്ക് അയച്ചത്. ആ ലിങ്കുള്ളവർക്ക് മാത്രം കാണാം, പബ്ലിക് ആയിട്ടില്ല. ലിങ്കുള്ളവർക്ക് മാത്രം കാണാൻ പറ്റുന്ന രീതിയിൽ യൂട്യൂബിലിടും. ഓക്കെ, നമുക്ക് പഠിക്കാനുള്ള കുറച്ച് ടൈപ്സ് ഓഫ് ഡോർസ്. ബാറ്റൻഡ് ആൻഡ് ലെഡ്ജഡ് ഡോർസ്, ബാറ്റൻ ലെഡ്ജഡ് ആൻഡ് ബ്രേസ്ഡ് ഡോർസ്, ബാറ്റൻ ലെഡ്ജഡ് ആൻഡ് ഫ്രെയിംഡ് ഡോർസ്, ബാറ്റൻഡ് ലെഡ്ജഡ് ബ്രേസ്ഡ് ആൻഡ് ഫ്രെയിംഡ് ഡോർസ്, framed and paneled doors, glazed doors, flush doors, lowered doors, revolving doors, sliding doors, swing doors, collapsible doors, rolling shutter ആണ് ഇത്രയുള്ളത്. വിക്കറ്റ് ഗേറ്റ് അതൊന്ന് നോക്കണം. ഓക്കെ, ഇതില് നിങ്ങളെ സിലബസിൽ ടൈപ്സ് ഓഫ് ഡോർസ് പറഞ്ഞിട്ടുണ്ട്. സ്പെസിഫൈ ചെയ്ത് പറഞ്ഞ കുറച്ച് ഡോറുകളുണ്ട്. ഒന്ന് ഫ്ലഷ് ഡോർ, ലോവേഡ്, റിവോൾവിംഗ്, കൊളാപ്സിബിൾ ആൻഡ് റോളിംഗ് ഷട്ടേഴ്സ്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓരോന്നും ജസ്റ്റ് ഒന്ന് ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കുക എന്താണെന്നുള്ളത്. മറ്റു പോയിന്റ്സ് നമുക്ക് സ്പെഷ്യലായിട്ട് പഠിക്കാനുള്ള സാധനങ്ങളുടെ പോയിന്റ്സ് പറഞ്ഞുതരാം. ബാറ്റൻഡ് ആൻഡ് ലെഡ്ജഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്റൻസ് ഉപയോഗിച്ച് കിട്ടുന്ന, അതായത് നിങ്ങൾ നമ്മുടെ നാട്ടിൽ പഴയ ടൈപ്പ് ഇത് ഈ ഒരു കൺസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ ചില സിനിമകളിലൊക്കെ, ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ ഇത്തരം ഡോറുകൾ കാണാൻ പറ്റും. അതായത് ബാറ്റൻസ്, വുഡ് ബാറ്റൻസ് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അല്ലെ? വുഡൻ, എന്താണ് ബാറ്റൻസ്? വീതി കുറഞ്ഞ വുഡൻ പ്ലാങ്ക്സുകൾ, അതാണ് ബാറ്റൻസ്. വുഡൻ പ്ലാങ്ക്സിന്റെ കുറച്ചുകൂടി തിക്നെസ് കൂടിയ. വോയിസിൽ പറയുന്നു ഉദ്ദേശം. സൗണ്ട് ഇല്ല എന്നാണോ പറയണത്? സഫ്ന ഷെറീൻ, മുന്നത്തെ സ്ലൈഡ്. ഓക്കെ, ബാറ്റൻഡ് ആൻഡ് ലെഡ്ജഡ് ഡോർ, ബാറ്റൻഡ് ലെഡ്ജഡ് ആൻഡ് ബ്രേസ്ഡ് ഡോർ, batten, ledged and framed doors, batten, ledged, braced and framed doors, framed and paneled doors, glazed doors, flush doors, lower doors, revolving doors,
sliding doors, swing doors, collapsible doors, rolling shutter doors, wicket gate. വിക്കറ്റ് ഗേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ബാക്കിയെല്ലാം പറയാം. വിക്കറ്റ് ഗേറ്റ് എന്ന് പറയുന്നത് നമ്മളെ കോമ്പൗണ്ടിന് നമ്മളെ മതിലിന്റെ ഗേറ്റ് വരുന്നില്ലേ, ആ ഒരു ടൈപ്പാണ്. പുറത്ത് കോമ്പൗണ്ടിന്റെ അകത്തുനിന്ന് കയറുന്ന ഡോർ, ഒരു കോമ്പൗണ്ടിനകത്തേക്ക് കയറുന്ന ഡോർ. ഓക്കെ, ഇനി ബാറ്റൻഡ് ആൻഡ് ലെഡ്ജ് ഡോർ. കുറെ ബാറ്റൻസും ലെഡ്ജസും ഉപയോഗിച്ച് ആണ് ബാറ്റൻഡ് ആൻഡ് ലെഡ്ജ്. ബാറ്റൻ എന്ന് പറഞ്ഞാല് വിഡ്ത്ത് കുറവുള്ള വുഡൻ പ്ലാങ്ക്സ്, കുറച്ച് തിക്ക് ഉണ്ടാവും, അത് അറേഞ്ച് ചെയ്തിട്ട് അതിനെ ലെഡ്ജർ വെച്ച്, അതിന്റെ മുകളിൽ ലെഡ്ജർ വെച്ച് നെയിൽസ് വെച്ച് പ്ലേസ് ചെയ്യും ഉണ്ടാക്കുന്ന ടൈപ്പ് ഡോറുകളാണ് എന്ത്, ബാറ്റൻഡ് ആൻഡ് ലെഡ്ജ് ഡോർസ്. ഇനി കുറച്ചുകൂടെ ഉണ്ട്, അത് നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലാവും. ബാറ്റൺ, ലെഡ്ജ്ഡ് ആൻഡ് ബ്രേസ്ഡ് ഡോർസ്. ഇതിന്റെ പ്രത്യേകത എന്താ, ബാറ്റൺ ലെഡ്ജും ഉണ്ട്, പുറമെ എക്സ്ട്രാ കുറച്ച് ബ്രേസിങ്സും കൊടുത്തിട്ടുണ്ട്. ക്രോസ് ആയിട്ട് ഈ ഒരു ബ്രേസിങ്സും കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ, ഇതാണ് ബ്രേസിങ്സ്. ഇതാണ് ബാറ്റൺ, ലെഡ്ജ്ഡ് ആൻഡ് ബ്രേസ്ഡ് ഡോർ. ഇനി ഡോർസിനെ കുറിച്ച് എക്സാമിന് ചോദിക്കാം, വാട്ട് ഈസ് ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡോർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡയഗ്രാം വരച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഭാഗത്ത് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി പോയിന്റ്സ് ഒന്നും എഴുതിയിട്ടില്ലെങ്കിലും ഈ ഭാഗത്തിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ, സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അതിൽ വരുന്ന കൊളാപ്സിബിൾ ഡോർസ് ആൻഡ് ഷട്ടർ, ലോവർ ഡോർസ്, അതിനെ മാത്രമേ നിങ്ങൾക്ക് പോയിന്റ്സ് ആയിട്ട് എഴുതിയാൽ മതി. ഇതാണ് ബാറ്റൺ, ലെഡ്ജ്ഡ് ആൻഡ് ബ്രേസ്ഡ് ഡോർസ്. ഈ ഒരു വ്യത്യാസം മനസ്സിലാക്കുക. ഇവിടെ എക്സ്ട്രാ ബ്രേസിംഗ് ഉണ്ട്, നെയിമിൽ തന്നെ കിട്ടും. ഇനി ബാറ്റൺ, ലെഡ്ജ്ഡ് ആൻഡ് ഫ്രെയിംഡ്, ഇതെന്താ പ്രത്യേകത, ഈ നേരത്തെ ഉണ്ടായിരുന്ന ഫ്രെയിമിനകത്തല്ല, വെറുതെ ഒരു ഓപ്പണിങ്ങിന് അകത്ത് ഇവിടെ ജസ്റ്റ് ഒരു ചുമരിൽ ഫിക്സ് ചെയ്തിട്ടാണ് ഇത് അടയുന്നത്, ഒരു ഫ്രെയിമിനകത്തല്ല. ഇനി ബാറ്റൺ, ലെഡ്ജ്ഡ് ആൻഡ് ഫ്രെയിംഡ്, ഒരു ഫ്രെയിമും കൂടെ ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഡോറുകൾ, പഴയ ടൈപ്പ് ഡോറുകളാണ് ഇത്, കണ്ടില്ല, ബാറ്റൺസും ലെഡ്ജസും. ഇങ്ങനെയാണ് ഇത് ലെഡ്ജസ് എന്ത് ചെയ്യുന്നു, അതൊരു ഫ്രെയിമിനകത്താണ്, മൊത്തത്തിലൊരു ഫ്രെയിം ഉണ്ട് അല്ലേ, ഒരു ഫ്രെയിമിലായിട്ടാണ് ബാറ്റൺ, ലെഡ്ജ്ഡ് ആൻഡ് ഫ്രെയിംഡ് ഡോർസ്. ഓക്കെ, ഇനി ബാറ്റൺ, ലെഡ്ജ്ഡ്, ബ്രേസ്ഡ് ആൻഡ് ഫ്രെയിംഡ്, ഒന്നുമില്ല, ഒരു ബ്രേസ് എക്സ്ട്രാ വരും, അതാണ് ബാറ്റൺസ്, ലെഡ്ജ്ഡ്, ബ്രേസ്ഡ് ആൻഡ് ഫ്രെയിംഡ് ഡോർസ്. ഈ ഒരു ടൈപ്പ് ഡോർസിനെയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചില ഈ വർക്ക്ഷോപ്പുകൾ ഇല്ലേ, അല്ലെങ്കിൽ ഈ കാർപ്പൻട്രി നടത്തുന്ന ഷെഡുകളൊക്കെ, താൽക്കാലികമായ ഷെഡുകൾ, ഇത്ര ഹെവി സെക്യൂരിറ്റി ഒന്നും വേണ്ടാത്ത സ്ഥലങ്ങളിൽ ഇത്തരം ഡോറുകളൊക്കെ ഉപയോഗിക്കാറുണ്ട്. എന്ത്, ബാറ്റൻഡ് ആൻഡ് ലെഡ്ജ്ഡ് ഡോർ, ഫ്രെയിംഡ്. ഓക്കെ, ഇനി നോർമൽ നമ്മളെ കേസ് കാണുന്ന ഫ്രെയിംഡ് ആൻഡ് പാനൽഡ് ഡോർസ്. ഫ്രെയിംഡ് ആൻഡ് പാനൽഡ്, ഒരു ഫ്രെയിം ഉണ്ടാക്കിയിട്ട് അതിന് എക്സ്ട്രാ പാനലിംഗ് കൊടുത്തു അല്ലെ, നമ്മൾ പഠിച്ചു, റെയിൽ, ടോപ്പ് റെയിൽ, മിഡ് റെയിൽ, സ്റ്റൈൽ ഉണ്ടാവും, ബോട്ടം റെയിൽ ഉണ്ടാവും, പാനൽസ് ഉണ്ടാവും. ഈ പാനൽസ് എന്താവാം, വുഡ് ആവാം അല്ലെങ്കിൽ ഗ്ലാസും, ഗ്ലേസ്ഡ് പാനൽസും ആവാം, വുഡൻ പാനൽസും ആവാം. ഇനി ഗ്ലേസ്ഡ് ഡോർസ്. എന്താണ് ഗ്ലേസ്ഡ് ഡോർസ്, ഗ്ലാസ് വെച്ച ഡോറുകൾ, അത്രയേ ഉള്ളൂ. ടോപ്പ് റെയിൽ, ആ പാനൽ എന്തായിരിക്കും, പാനൽ ഈസ് മേഡ് അപ്പ് ഓഫ് ഗ്ലാസ്, പാനൽ ഈസ് മേഡ് അപ്പ് ഓഫ് ഗ്ലാസ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് വരുന്ന ഒരു കേസാണ് ഫ്ലഷ് ഡോർസ്. ഇത് സിലബസിൽ പ്രത്യേകം സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. അതൊരു ഫ്ലഷ് ഡോർസ് എന്ന് പറയുന്നത് നമ്മളെ നോർമലി കാണുന്ന ഡോറിൽ നിന്ന് ചില, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ചില ഫെറോ ഡോറുകളൊക്കെ വാങ്ങിക്കാൻ കിട്ടും, അല്ലെങ്കിൽ റബ്ബൂട്ടിന്റെ ഡോറൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അതിന് എന്ത് ചെയ്യാനില്ല, നമ്മളെ മരത്തിന്റെ ഡോർ ഉണ്ടാക്കുന്ന പോലെ അതിന് അങ്ങനെ ഫ്രെയിമുകളോ ഇങ്ങനെ റിസസ് ഒന്നും, രണ്ട് സൈഡും ഫുൾ പ്ലെയിൻ ആയി, കംപ്ലീറ്റ് പ്ലെയിൻ. അത്തരം ഡോറുകളെയാണ് ഫ്ലഷ് ഡോർ എന്ന് പറയുന്നത്. രണ്ട് സൈഡും പ്ലെയിൻ ആയിരിക്കും. ഇതിപ്പം അതിന്റെ ഒരു അനാട്ടമി പോലെ കാണിച്ചാണ്. ഇതാണ് ഡോർ, ഇതിന്റെ ഈ ഒരു സൈഡിൽ ഉണ്ടോ, ഇതിനെ അതിന്റെ ഒരു ഇൻസൈഡ് എന്താണ് ഉള്ളതെന്ന് കാണിച്ചാണ്. ഇതിന്റെ പുറത്തൊരു ഷീറ്റ്, ഒരു പ്ലെയിൻ ഫേസ് ഉണ്ടാവും, ഉള്ളിൽ എന്ത് ചെയ്യും, ഒരു പ്ലെയിൻ ഫേസസ്. ഡോർസ് ഹാവിങ് പ്ലെയിൻ ഫേസസ് ഓൺ ബോത്ത് സൈഡ്സ്. അത് കാണുമ്പോൾ ഒരു പ്ലെയിൻ സർഫസ് ആയിരിക്കും ഇതിന്റെ രണ്ട് സൈഡിൽ, അതാണ് ഫ്ലഷ് ഡോർസ്, ഫ്ലഷ് ആയിരിക്കും. അതല്ലാതെ എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ സ്റ്റൈലിന്റെയോ റെയിലിന്റെയോ ഒന്നും ജോയിനറിയോ ഒന്നും കാണാൻ പറ്റില്ല. അത് അകത്ത് സ്റ്റൈലും
റെയിൽസ് ഒക്കെ ഉണ്ടാവും, പക്ഷെ പുറത്ത് എന്ത് ചെയ്യും, ഒന്നില്ലെങ്കിൽ പ്ലൈ കൊണ്ടോ അല്ലെങ്കിൽ വിനീർ കൊണ്ടോ എന്ത് ചെയ്യും, അത് കവറപ്പ് ചെയ്തിട്ടുണ്ടാവും. അതാണ് ഫ്ലഷ് ഡോർസ്. ഈ ഒരു ഫ്ലഷ് ഡോറിന് ഉള്ളിൽ സോളിഡും അല്ലെങ്കിൽ ഹോളോ കോറും ആവാം. ഉള്ളിൽ സോളിഡ് ആയിട്ടുള്ള കോറും, അതായത് ഇതിനകത്ത് രണ്ട് പ്ലെയിൻ സർഫേസസ് ഉണ്ടല്ലോ, ഇതിനകത്ത് സോളിഡ് ആയിട്ടുള്ള മെറ്റീരിയൽ കൊണ്ട് ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ ഹോളോ ഒന്നും ഇല്ലാണ്ടേയും ആവാം. ലോ ഡെൻസിറ്റി പാർട്ടിക്കിൾ ബോർഡ്സ് ആർ യൂസ്ഡ് ടു ഫിൽ ദ സ്പേസസ് വിത്തിൻ ദ ഡോർസ്. നോർമൽ കേസിൽ നിങ്ങൾക്കറിയാം റബ്ബൂട്ട് പോലത്തെ ഫെറോഡോറുകളൊക്കെ ഉള്ളിൽ എന്ത് ചെയ്യും, ഉള്ളിൽ അത്ര വലിയ ക്വാളിറ്റി ഇല്ല സാധനങ്ങളാണ്, ലോ ഡെൻസിറ്റി ഉള്ള പാർട്ടിക്കിൾ ബോർഡ് നിങ്ങൾക്ക് അറിയാം. പാർട്ടിക്കിൾ ബോർഡ്സോ അല്ലെങ്കിൽ ഫോം ബോർഡുകൾ എന്ന് പറയും, ഫോം ബോർഡുകളും ഉപയോഗിച്ചിട്ട് അതിനകത്ത് ഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് മെയിൻ ആയിട്ട് അത്ര സേഫ്റ്റി ഇല്ല. ഈ ഫെറോഡോറുകൾ നിങ്ങൾക്ക് അറിയാം, അതെല്ലാം ഇന്റീരിയർ പർപ്പസിനാണ്, ഇന്റീരിയർ ഡോറുകൾക്കാണ് ഇത് ഉപയോഗിക്കുന്നത്. എക്സ്റ്റീരിയറിൽ വരുന്ന ഫസ്റ്റ് എൻട്രി കയറി വരുന്ന മെയിൻ ഡോറിന് എന്ത് ചെയ്യാറില്ല, ഉപയോഗിക്കാറില്ല. ഉപയോഗിക്കുന്ന ടൈപ്പുകളും ഉണ്ട് കേട്ടോ, നല്ല ഹെവി ഫൈബർ ഡോറുകളൊക്കെ വരുന്നുണ്ട്. ഇനി ഇതൊരു മെയിൻ ടൈപ്പ് ഓഫ് ഡോർ ആണ്, ലോവേർഡ് അല്ലെങ്കിൽ വെനീഷ്യൻ ഡോർസ്. ഈ ടൈപ്പ് ഡോറുകൾ നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും, അല്ലെങ്കിൽ വിൻഡോ ഡോർ, എന്തായാലും ഇങ്ങനത്തെ ഒരു ടൈപ്പ് എവിടെയും കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും ഒരാൾ റിപ്ലൈ, ആരെങ്കിലും പറഞ്ഞു എവിടെയെങ്കിലും, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു അറേഞ്ച്മെന്റ് എവിടെയെങ്കിലും, ചെറിയ ഇതിന്റെ ഒരു മിനി വേർഷനോ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? എന്താണ് ഇതിന്റെ പ്രത്യേകത? ഫോട്ടോ ക്ലിയർ അല്ലേ? സ്ലൈഡിലുള്ള ഫോട്ടോ ക്ലിയർ ആണ്? ആരും റിപ്ലൈ ഇല്ല. ആശുപത്രി കണ്ടിട്ടില്ല. ഓക്കെ, ഇതിന്റെ പ്രത്യേകത എന്താ? എവിടെ? ആ അതെ അതെ, ആ ഹോളിവുഡ് മൂവീസിൽ ഇഷ്ടംപോലെ കാണാറുണ്ട് ലോവറിങ്. എവിടെ? അതെ അതെ അതെ, കർട്ടന്റെ എഫക്റ്റ്, അതെ അതെ. ഇതിന്റെ പ്രത്യേക അതെ അതെ, ഇതിന്റെ പ്രത്യേകത എന്താ അറിയോ, വെന്റിലേഷൻ ഉള്ളിലോട്ട് കിട്ടും, അതുപോലെ തന്നെ ലൈറ്റിംഗും ചെറുതായിട്ട് കിട്ടും. ഇതിന്റെ മെയിൻ ഒരു ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ, ഇതിന് പുറത്തോട്ട് ഉള്ള വിഷൻ നല്ലോണം കിട്ടും. പുറത്തുള്ള ആളെ അകത്തുനിന്ന് കാണാൻ പറ്റും, പക്ഷെ പുറത്തുള്ള ഒരാൾക്ക് ഉള്ളിലുള്ള സാധനങ്ങളൊന്നും കാണാൻ പറ്റില്ല. വിഷൻ ബ്ലോക്ക്ഡ് ആണ്. മെയിൻ ആയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ, നമ്മുടെ റെയിൽവേ, ഇന്ത്യൻ റെയിൽവേയിൽ ഒരു സാധനമുണ്ട്, റെയിൽവേന്റെ ഷട്ടർ, വിൻഡോ ഷട്ടർ ഉണ്ട്. അതുപോലെ തന്നെ റെയിൽവേയിൽ കാണുന്നുണ്ട് ഈ ഒരു ടൈപ്പ്. അതുപോലെ തന്നെ അതിന്റെ ടോയ്ലറ്റുകളും കണ്ടിട്ടുണ്ടാവും. കാരണം റെയിൽവേയിൽ ഈ വെന്റിലേഷൻ, കാരണം ബോഗീനെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടല്ലോ ടോയ്ലറ്റ് വരുന്നത്, അപ്പൊ ഫുൾ ടൈം വെന്റിലേഷൻ വേണ്ടതുകൊണ്ട് ആ ഒരു ടൈപ്പ് അറേഞ്ച്മെന്റ് ആണ് അവർ ചെയ്തിട്ടുണ്ട്. എന്നാൽ വിഷം ഒബ്സ്ട്രക്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അതിനെയാണ് ലൂവേർഡ് അല്ലെങ്കിൽ വെനീഷ്യൻ ഡോർസ് എന്ന് പറയുന്നത്. ഇതിന്റെ വിൻഡോ ഉണ്ട് കേട്ടോ, ലൂവേർഡ് വിൻഡോസും ഉണ്ട്. അതുപോലെ തന്നെ ഇതിൽ തന്നെ അറേഞ്ച് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ലോവറിങ് ചെയ്യാറുണ്ട് ചില വിൻഡോകൾ, ചില വീടുകളിലൊക്കെ ചെയ്തിട്ട് കണ്ടിട്ടുണ്ട്. അതായത് ഇതിന് എന്ത് ചെയ്യാം, നമ്മുടെ കർട്ടൺ പോലെ ഇത് മൂവ് ചെയ്യാൻ പറ്റും, ഇതിന്റെ ലൂവേഴ്സ് മൂവ് ചെയ്യാൻ പറ്റും. ചില സമയത്ത് പെർമനന്റ് ആയിട്ട് ക്ലോസ് ചെയ്യാൻ പറ്റും, ചില സമയത്ത് അത് കുറച്ച് ഒരു 45 ഡിഗ്രി ആംഗിളിൽ വെക്കാൻ പറ്റും, അപ്പൊ എയർ കിട്ടും. അങ്ങനെ ഉള്ള ലൂവർ വിൻഡോസും ഉണ്ട്. ഞാൻ സാന്ദർഭികമായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ നമുക്ക് പോയിന്റ്സ് എഴുതാം. അലോ എയർ ഓർ ലൈറ്റ് ഇൻ വൈൽ കീപ്പിംഗ് സൺഷൈൻ ഓർ മോയ്സ്ചർ ഔട്ട്. എയറിന് ലൈറ്റിന് ഇൻടേക്ക് ചെയ്യുന്നു, പക്ഷെ സൺഷൈനും സൺഷൈൻ ഡയറക്റ്റ് എന്ത് ചെയ്യില്ല, സൺ അടിക്കൂല, മോയ്സ്ചറും നെയും ഉള്ളിലോട്ട് എടുക്കില്ല, കാരണം ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. വിഷൻ ഫ്രം ഔട്ട്സൈഡ് ഈസ് ഒബ്സ്ട്രക്റ്റഡ്. ലോവർ മേ ബി ഗ്ലാസ് ഓർ വുഡ്. ഈ ലോവർ എന്ത് ഗ്ലാസ് വുഡും ഗ്ലാസ് കൊണ്ടും ചെയ്യാറുണ്ട്. ഈ ഗ്ലാസ് ചെയ്ത ലോവറിങ് നമ്മുടെ നാട്ടിൽ തന്നെ കോമൺ ആയിട്ടുണ്ട്. അതെവിടെയാന്ന് പറയാൻ പറ്റും? ഗ്ലാസ് ഇട്ട ലോവർ എവിടെ കോമൺ ആയിട്ട് കണ്ടിട്ടുള്ളത്? നമ്മുടെ നാട്ടിലെല്ലാം പലരുടെ വീട്ടിലൊക്കെ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്നതാണ് പേര്. ചെറിയ ഇതിന്റെ ഒരു മിനി, അതെ അതെ, ടോയ്ലറ്റിന്റെ വെന്റിലേറ്ററിന് ഈ ഒരു ഗ്ലാസ് ടൈപ്പ് ഇതാണ് കൊടുക്കാറ്, ലൂവർ ആണ് കൊടുക്കാറ്, ലൂവർ ടൈപ്പ് ആണ്. പ്രത്യേകിച്ച് ഈ അലൂമിനിയം ഫ്രെയിം വെച്ചിട്ട് ഉണ്ടാക്കുന്നതിനൊക്കെ ഇങ്ങനെ ഒരു പ്രത്യേക ചാനൽ വെച്ചിട്ട് അതിലേക്ക് ഗ്ലാസ് പീസ് ഇറക്കി വെക്കുക ചെയ്യാം. ഓക്കെ, മോസ്റ്റ് ഓഫ് ദ ക്ലോസറ്റ് ഡോർസ് ഹാവിംഗ് സം പോർഷൻസ് ലോവേർഡ്. ക്ലോസറ്റ് ഡോർസിന് എന്ത് ചെയ്യാറുണ്ട്, ലോവറിങ് കൊടുക്കാറുണ്ട്. ചില ഒരു നിശ്ചിത ഹൈറ്റ് കഴിഞ്ഞാൽ പിന്നെ ലോവറിങ് ചില സ്ഥലത്ത് കൊടുക്കാറുണ്ട്, ചില ക്ലോസറ്റ് ഡോർസിന്. അത് നമ്മുടെ നാട്ടിലങ്ങനെ ചെയ്യാറില്ല, പൊതുവെ പുറത്ത് അങ്ങനെ ചെയ്യാറുണ്ട്. ഇതാണ് ലൂവേർഡ് ഓർ വെനീഷ്യൻ ഡോർസ്. ഓക്കെ, ഇനി റിവോൾവിംഗ് ഡോർസ്.
ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. യൂസ്ഡ് ഫോർ ക്യൂ കൺട്രോളിങ്. അതായത് ഒരു മെയിൻ ഒരു ഷോപ്പിംഗ് മാൾ അല്ലെങ്കിൽ ഒരു മെയിൻ ബിൽഡിങ്ങിലോട്ടുള്ള എൻട്രൻസ് സമയത്ത് എൻട്രി എക്സിറ്റ് ഒരേ ഡോറിനാകുമ്പോൾ അതിന്റെ ആ ഒരു മൂവ്മെന്റ് കൺട്രോൾ ചെയ്യാൻ, ചാനലൈസ്ഡ് ആക്കാൻ. നിങ്ങൾ ചാനലൈസ്ഡ് ഇന്റർസെക്ഷൻ ഒക്കെ പഠിച്ചു, ട്രാൻസ്പോർട്ടേഷൻ പഠിച്ചിട്ടുണ്ട് അവരുടെ. ഓക്കെ, ചാനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതൊരു റൂട്ട് ആക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് റിവോൾവിംഗ് ഡോർ. അത് എൻട്രൻസ് ആൻഡ് എക്സിറ്റ് സെയിം ടൈമിൽ നടക്കും. ഒരാൾക്ക് അങ്ങോട്ട് കയറുന്ന സമയത്ത് ഒരാൾക്ക് ഇതിലൂടെ ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പറ്റും. ഓക്കെ, സൂട്ടബിൾ ഫോർ ബിൽഡിംഗ് വേർ ദർ ഇസ് ഹെവി റഷ് ഓർ ഫുഡ് ട്രാഫിക്. അതായത് പെഡസ്ട്രിയൻ ട്രാഫിക്, ആൾക്ക് നടന്നു വരുന്ന ആളുകളുടെ എണ്ണം കൂടുതലാവുന്ന സ്ഥലത്ത് ഇത്തരത്തിലുള്ള റിവോൾവിംഗ് ഡോറുകളാണ് പ്രൊവൈഡ് ചെയ്യാറ്. ഇത് നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും, പല സിനിമകളിലൊക്കെ ഈ സാധനം ഉണ്ടാവും. ഓക്കെ, ഇതാണ് റിവോൾവിംഗ് ഡോർ. ഇതിന്റെ മൂവ്മെന്റ് ഒരു ഇതിലൂടെ ഒരാൾ കയറി പോകുന്ന സമയത്ത് മറ്റ് ഇതിലൂടെ തമ്മിലൊരു ഒരു ഒബ്സ്ട്രക്ഷൻ, തമ്മിൽ കാണാതെ അല്ലെങ്കിൽ തമ്മിൽ ടച്ച് ചെയ്യാണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ആൾക്ക് അതിലൂടെ ക്രോസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി സ്ലൈഡിംഗ് ഡോർസ്. സ്ലൈഡിംഗ് ഡോർസ് നിങ്ങൾ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ടാവും, പ്രത്യേകിച്ച് മാളുകളിലൊക്കെ. ഇപ്പൊ ഓട്ടോമാറ്റിക് സ്ലൈഡിംഗ് സെൻസർ വിത്ത് സെൻസർ ഒക്കെ കണ്ടിട്ടില്ലേ, നിങ്ങൾ ചെല്ലുമ്പോഴേക്ക് തന്നെ ഓട്ടോമാറ്റിക് ഓപ്പൺ ചെയ്യുന്ന സ്ലൈഡിംഗ് ഡോർസ്. ഇതൊന്നും സിലബസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ലേറ്റസ്റ്റ് ടെക്നോളജി. നമ്മുടെ നാട്ടിലൊക്കെ ഇത് ഔട്ട്ഡേറ്റഡ് ആയി തുടങ്ങി. അപ്പം അതാണ് നിങ്ങൾക്ക് പഠിക്കൽ അത്യാവശ്യം. ഡോർസ് വിച്ച് ഓപ്പൺസ് ഹൊറിസോണ്ടലി ബൈ സ്ലൈഡിംഗ് യൂഷ്വലി പാരലൽ ടു വാൾ. വാളിന് പാരലൽ ആയിട്ട് എന്ത് ചെയ്യും? എന്തിനാണ് സ്ലൈഡിംഗ് ഡോർ കൊടുക്കുന്നത്? സ്ലൈഡിംഗ് ഡോർ എന്തിനാണ് കൊടുക്കുന്നത്? നമുക്ക് എന്തുകൊണ്ട് നോർമൽ സ്വിംഗ് ഡോർ കൊടുത്തുകൂടാ? വൈ? ഞങ്ങൾ ഇന്ററാക്റ്റീവ് ആകാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ചോദ്യം ചെയ്യും. എന്തിനാണ് ഇപ്പോൾ ഒരു സൈഡ് നമുക്ക് സ്ലൈഡിംഗ് ഡോർ തന്നെ കൊടുക്കണം എന്ന് പറയുന്നത്? എന്താ അവിടെ എന്താണ് അതിന്റെ ഒരു നമുക്കൊരു അഡ്വാൻറ്റേജ് കിട്ടുന്നത്? എന്താ, എന്തിനാണ്, എപ്പോഴാണ് നമ്മൾ കൊടുക്കുക? ആരുമില്ലേ? ആരെങ്കിലും അറിയാം, നിങ്ങൾക്ക് അറിയാവുന്ന, വെറുതെ ഞാൻ ഇന്ററാക്റ്റീവ് ആകാൻ വേണ്ടി പറഞ്ഞോളൂ. എന്തിനാണ് നമ്മൾ ഒരു സ്ഥലത്ത് സ്ലൈഡിംഗ് ഡോർ കൊടുക്കുന്നത്? എന്താണ് നമുക്കുള്ള ബുദ്ധിമുട്ട് മറ്റു ഡോർ കൊടുക്കാൻ? എല്ലാരും പോയോ? തുറക്കാനുള്ള ബുദ്ധി, അതായത് ചില സ്ഥലങ്ങളിൽ റെസ്ട്രിക്ഷൻ ഉണ്ടാവും. തുറന്നു കഴിഞ്ഞാൽ അവിടെ അത്ര സ്പേസ് നമുക്ക് പോകും. ആ ഒരു ഓപ്പണിങ്ങിന്റെ സ്പേസ് ഒന്ന്, അതാണ് ഒരു റീസൺ. അതായത് ഈ ഡോറിന്റെ ഷട്ടർ ഓപ്പൺ ചെയ്ത് വെക്കാനുള്ള സ്പേസ് നമുക്ക് അവിടെ പോകും. സ്ലൈഡിംഗ് ആവുമ്പോൾ അതെന്ത് ചെയ്യും, ചുമരിനെ തന്നെ ചാരിയിട്ടല്ല എങ്ങനെ പോകും, വാൾ പാരലൽ ആയിട്ടല്ലേ പോകും. അതൊന്ന്. പിന്നെ ഒരു കേസ് എന്ന് പറഞ്ഞാൽ വലിയ ഓപ്പണിംഗ് ആണ്. വലിയ ഓപ്പണിംഗ് ആവുമ്പോൾ അത്രയും വലിയ ഷട്ടർ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഓപ്പണിംഗ് ഒരുപാട് ബുദ്ധിമുട്ട് വരും. ഇത്രയും വലിയ ഏരിയയിൽ എന്ത് ചെയ്യേണ്ടി വരും, ഷട്ടർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് സ്ലൈഡിംഗ് ഡോർസ് കൊടുക്കുന്നത്. അപ്പോൾ പോയിന്റ്സ് എഴുതാം. ഡോർ വിച്ച് ഓപ്പൺസ് ഹൊറിസോണ്ടലി ബൈ സ്ലൈഡിംഗ് യൂഷ്വലി പാരലൽ ടു വാൾ. ഇതിന്റെ സ്ലൈഡിംഗ് ട്രാക്ക് രണ്ട് ടൈപ്പ് കൊടുക്കാറുണ്ട്. മുകളിലും അപ്സൈഡിലും താഴെയും സ്ലൈഡിംഗ് ട്രാക്കുകൾ കൊടുത്തിട്ട് ചെയ്യാറുണ്ട്. സ്ലൈഡിംഗ് ട്രാക്ക് എന്ന് പറഞ്ഞാൽ ഇത് മൂവ് ചെയ്യുന്ന ചാനൽ. ഓക്കെ, ഓൾമോസ്റ്റ് നോ റൂം റിക്വയർഡ് ടു ഓപ്പൺ ദ ഡോർ. റൂമിന്റെ ഒരു സ്പേസും എന്ത് ചെയ്യുന്നില്ല, ഇതിന്റെ ഒരു ഷട്ടർ ഓപ്പൺ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നില്ല. നോ റൂം, ഒരു റൂം ഒന്നും ഉപയോഗിക്കുന്നില്ല എന്ന് തന്നെ പറയാം. സ്ലൈഡിംഗ് ഡോർസ് ആർ കോമൺലി ഫൗണ്ട് ആസ് സ്റ്റോർ, ഹോട്ടൽസ് ആൻഡ് ഓഫീസ് എൻട്രൻസസ് ആൻഡ് എലിവേറ്റേഴ്സ്. എലിവേറ്റേഴ്സിന്റെ സ്ലൈഡിംഗ് ഡോർസ്, എലിവേറ്റേഴ്സ് ഉണ്ടല്ലേ, ലിഫ്റ്റിന്റെ ഡോർ ഉണ്ടല്ലേ, രണ്ട് സൈഡിലോട്ടും ഓപ്പൺ ചെയ്ത് സ്ലൈഡ് ചെയ്തിട്ടാണ് പോകുന്നത്. കാരണം അവിടെ കൺജസ്റ്റഡ് സ്പേസ് ആണ്, അതിനുള്ളിലോട്ട് തുറക്കാൻ പറ്റില്ല. ഓക്കെ, അതുകൊണ്ടാണ് സ്ലൈഡിംഗ് ഡോർസ്. ഇനി സ്വിംഗ് ഡോർസ്. സ്വിംഗ് ഡോർസ് കഴിഞ്ഞാൽ ഡബിൾ ഷട്ടർ എന്നുള്ള അർത്ഥത്തിൽ തന്നെ അത് രണ്ട് സൈഡിലോട്ട് സ്വിംഗ് ചെയ്യുന്ന any entrance with two hinges that opens either inwards or outwards in a swing door. ഹിഞ്ച് എന്താന്ന് അറിയില്ലല്ലേ? ഹിഞ്ച് എന്താ അറിയാന്ന് വരും. ഹിഞ്ച് എന്താണ്? ഓക്കെ ഓക്കെ, മതി, അത് കിട്ടാൻ മതി. വിജാഗിരി, ഹിഞ്ചസ്. നിങ്ങൾ ഹിഞ്ചഡ് ഒക്കെ പഠിച്ചില്ലേ, സപ്പോർട്ട്, അതിന്റെ ഒക്കെ കൺസെപ്റ്റ് തന്നെയാണ്. ഹിഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ? പക്ഷെ എന്ത് ചെയ്യാൻ പറ്റില്ല. ഹിഞ്ചിന്റെ പ്രത്യേകത എന്താ? ആ ഹിഞ്ച് ചെയ്ത പോയിന്റിൽ എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ബേസ് ചെയ്ത് ആ സാധനത്തിന് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഹൊറിസോണ്ടൽ ആയിട്ട് വെർട്ടിക്കൽ ആയിട്ട് ഒന്ന് മൂവ് ചെയ്യാൻ അത് ശ്രമിക്കൂല, പക്ഷെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അത് തന്നെയാണ് ഹിഞ്ചഡ് സപ്പോർട്ടിന്റെ കേസും. ഹിഞ്ചഡ് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്, അതിന്റെ റൊട്ടേഷൻ ഫ്രീ ആണ്. പക്ഷെ എന്ത് ചെയ്യില്ല, ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ മൂവ്മെന്റ് അത് അലോ ചെയ്യില്ല. ഇത് തന്നെയാണ് ഹിഞ്ച്. നിങ്ങൾ അങ്ങനെ പഠിക്കുമ്പോൾ ആ ഒരു കൺസെപ്റ്റിൽ പഠിക്കുക. ഓക്കെ.
ഇനി നമുക്ക് വരുന്ന മെയിൻ ആയിട്ട് ഒന്ന് കൊളാപ്സിബിൾ ഡോർസ്. കൊളാപ്സിബിൾ ഡോർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ഒരു ഗേറ്റിലെ നമ്മളെ മെയിൻ ആയിട്ട് ചില എൻട്രൻസുകളൊക്കെ കൊടുത്തിട്ടില്ല കൊളാപ്സിബിൾ ഡോറുകൾ. ചില എവിടെ ഇപ്പം നമ്മുടെ ജില്ലാ ഹോസ്പിറ്റലിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എങ്ങനെ? അതെ 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 അതന്നെ. ഇത് മൈൽഡ് സ്റ്റീലിന്റെ ചാനൽ വെച്ച് സ്പെഷ്യൽ അറേഞ്ച്മെന്റ് ചെയ്ത് അതിന് താഴെ റോളറുകളും കൊടുത്തിട്ടാണ് ഈ ഒരു ടൈപ്പ് ഷട്ടർ ഉപയോഗിക്കുന്നത്. ഇതിന്റെയും പർപ്പസ് അത് തന്നെയാണ്. ഓപ്പൺ ചെയ്യാൻ സ്പേസ് ഇല്ല, പിന്നെ വലിയ ഓപ്പണിംഗ് ആണ്. അവിടെ ഒരു ഡോറിന്റെ ഷട്ടർ കൊടുത്തിട്ടുള്ള ഡോർ ഒരിക്കലും പോസിബിൾ ആകാത്ത സ്ഥലത്താണ് ഇത് കൊടുക്കുന്നത്. പിന്നെ വിഷൻ ഒന്നും ഒബ്സ്ട്രക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അത് കാരണം ഒരു ഒരു എന്താ പറയാ ലോബി ഏരിയക്കാണ് ഇത് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ, ഒരു ലോബി അതായത് ആൾക്കാർ പാസ് ചെയ്യുന്ന ഒരു ഏരിയ, അല്ലെങ്കിൽ രാത്രി മാത്രം ക്ലോസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നുള്ളൂ. അതിനുള്ളിൽ വിഷനോ കണ്ടതിന് പ്രശ്നമൊന്നുമില്ല. റൂമല്ല, പ്രൈവറ്റ് പ്ലേസുകളല്ല, പബ്ലിക് പ്ലേസുകളാകുമ്പോൾ ഒരു ലോബി ഏരിയയിലേക്ക് ഓപ്പൺ ചെയ്യുന്ന സ്ഥലത്തൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഇത്രയും കൊളാപ്സിബിൾ ഡോർ കൊടുക്കുന്നത്. നമുക്കറിയാം ദിസ് ഡോർ ഈസ് യൂസ്ഡ് വേർ ദ width of the door is large and space is insufficient to provide two leafed hinged shutters to open. രണ്ട് ലീഫുള്ള, അതായത് രണ്ട് ഷട്ടറുള്ള ഡോറ് കൊടുക്കാൻ പറ്റാത്ത സ്ഥലത്ത് അത്രയും വലിയ ഓപ്പണിംഗ് ആണ്, വലിയ വീതിയുള്ള ഓപ്പണിങ്ങിലൊക്കെയാണ് ഷട്ടർ, റോളിംഗ് ഷട്ടർ, കൊളാപ്സിബിൾ ഡോർസ് കൊടുക്കുന്നത്. ഓക്കെ, ദിസ് ഡോർ ഈസ് ഫാബ്രിക്കേറ്റഡ് ഫ്രം തിൻ മൈൽഡ് സ്റ്റീൽ സെക്ഷൻ. ഇതിന്റെ ഓരോ പാർട്സും സ്റ്റീലിന്റെ സെക്ഷൻ ആയിരിക്കും. നമ്മുടെ നാട്ടിൽ സ്റ്റീലിന്റെ സെക്ഷൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഐ സെക്ഷൻ, എൽ സെക്ഷൻ, ചാനൽ സെക്ഷൻ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് സെക്ഷൻസ് ഉണ്ട്. അല്ലെങ്കിൽ പ്ലെയിൻ പ്ലേറ്റുകൾ, നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന പട്ട എന്ന് പറയും, അത് പ്ലേറ്റുകളാണ്. റെക്ടാങ്കുലർ പ്ലേറ്റുകൾ, ലെങ്ത് ഉള്ള പട്ടകൾ, അത് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. രണ്ട് സൈഡിലോട്ട് വിസിബിലിറ്റി ഉണ്ടാവും, വെന്റിലേഷനും ഉണ്ടാവും. ഓക്കെ, ഇതാണ് കൊളാപ്സിബിൾ ഡോർസിന്റെ പോയിന്റ്സ് നോട്ട് ചെയ്തോളൂ. വൺ വിച്ച് ക്യാൻ ബി ഓപ്പൺഡ് ഓർ ക്ലോസ്ഡ് ബൈ സ്ലൈറ്റ് പുൾ ഓർ പുഷ്. പള്ളോ പുഷോ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഓപ്പൺ ചെയ്യാൻ പറ്റും. This door is used where the width of the door is large and space is insufficient to provide two-leafed hinged shutters to open. Okay. This door is fabricated from thin mild steel sections. Visibility to both sides is obtained. Ventilation is obtained. Okay. ഇനി റോളിംഗ് ഷട്ടർ ഡോർസ്. റോളിംഗ് ഷട്ടർ നിങ്ങൾക്ക് അറിയാം, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ കടകൾക്കൊക്കെ കൊടുക്കുന്ന ഷട്ടറുകളാണ് റോളിംഗ് ഷട്ടർ ഡോർസ്. ഇതിന്റെ പാർട്സ് എന്താന്ന് നോക്കാം. ഇതിനെന്തുണ്ടാവും? ഇല്ലേ, ഒരു സ്റ്റീൽ പോർഷൻസ് ഉണ്ടാവും, റോളിംഗ് ആയിട്ടുള്ള, ഇതിന്റെ റോൾ ചെയ്ത് പോകുന്ന ഒരു സ്റ്റീൽ പോർഷൻ. എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുന്നിരിക്കുന്നു. ഇതിന് മുകളിൽ ഒരു ഡ്രം ഉണ്ടാവും, അതിലാണ് ഇത് റോൾ ചെയ്യുന്നത്. പിന്നെ ഹാൻഡിൽ ഉണ്ടാവും, ലോക്ക് ഉണ്ടാവും, ഇത്തരം കാര്യങ്ങളൊക്കെ അറിയാം. ഇത് ആക്ച്വലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ലെയ്ത്ത് പോയിന്റ്സ് വരുന്നുണ്ട്, ഓരോ ലെയ്ത്തുകളാണ്, ഓരോ പീസുകളാണ്. അതായത് ഇത്രയും വീതിയുള്ള, ഇത്രയും ലെങ്ത് ഉള്ള, ചെറിയൊരു വീതിയുള്ള ഓരോരോ പീസുകൾ. നിങ്ങൾക്ക് അത് സൂക്ഷിച്ച് നോക്കിയാൽ ഇവിടെ ഷട്ടർ കാണുമ്പോൾ നോക്കിയാൽ മനസ്സിലാവും. അത് തമ്മിൽ ഇന്റർലോക്ക് ചെയ്ത് വെച്ചേക്കുക, ഒന്നൊന്നിനോട് ലോക്ക് ചെയ്തിട്ടാണ് ഇത്രയും ഹൈറ്റ് ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിന് പറയുന്ന പേരാണ്, ഓരോ പീസിന് പറയുന്ന ലെയ്ത്ത്, ലാറ്റ്സ് അല്ലെങ്കിൽ സ്റ്റീൽ സ്ലാബ്സ് എന്ന് പറയും. ഓക്കെ, ദി റോളിംഗ് ഷട്ടർ ഡോർ ഈസ് മേഡ് അപ്പ് ഓഫ് തിൻ സ്റ്റീൽ സ്ലാബ്സ് കോൾഡ് ലാറ്റ്സ് or slats about 1.25 mm thick, interlocked to each other and coiled upon specially designed pipe shaft drum mounted at the top. അതായത് ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഇത് ചെറിയ ചെറിയ പീസുകൾ ആയതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇത് റോൾ ചെയ്യാൻ പറ്റും. ചെറിയ ചെറിയ പീസുകൾ തമ്മിൽ ലോക്ക് ചെയ്തിട്ടാണ്, ഇതിന് മൂവ്മെന്റ് പോസിബിൾ ആണ് തമ്മിൽ. അത് റോൾ ചെയ്യാൻ പറ്റും. ഒരു ഡ്രം, മുകളിൽ വെച്ചുള്ള ഡ്രമ്മിൽ റോൾ ചെയ്യാൻ പറ്റും. എന്ന് പറയാം, the rolling shutter door is made up of thin steel slabs called laths or slates about 1.25 mm thick, interlocked to each other and coiled upon specially designed pipe shaft drum mounted at the top. Rolling shutter door is commonly used for garages, godowns. നിങ്ങൾക്കറിയാം, ഗോഡൌൺസും ഗാരേജിനും ഷോപ്പുകൾക്കൊക്കെ റോളിംഗ് ഷട്ടർ ആണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇത് ഭയങ്കര സ്ട്രോങ് ആണ് and offer proper safety to the property. സേഫ് ആണ്, ഭയങ്കര സ്ട്രോങ് ആണ്. പ്രത്യേകിച്ച് ഒരു ഫയർ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതിനെന്തില്ല, ഫയർ ഒന്നും ക്യാച്ച് ചെയ്യില്ല. ഫയർ ഒന്നും റയറായിട്ട് ക്യാച്ച് ചെയ്യുള്ളൂ. ഭയങ്കര സ്ട്രോങ് ആണ്. സേഫ്റ്റി വൈസ് ഇത് നല്ല സേഫ്റ്റി ആണ്. ഇതിന് കുറച്ച് ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ഒന്ന്, സ്റ്റീൽ ഡോർ ആയതുകൊണ്ട് കൊറോഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്.
പിന്നെ ഇതിന്റെ സൗണ്ട് ഭയങ്കര നോയ്സി ആണ്, അത് ഒരു ഡിസഡ്വാൻറ്റേജ് തന്നെയാണ് ഇതിന്റെ. ഓക്കെ, ഇതാണ് റോളിംഗ് ഷട്ടേഴ്സ്. പോയിന്റ്സ് എഴുതാത്തവർ ഒന്നുകൂടെ എഴുതിക്കോളൂ. The rolling shutters door is made up of thin steel slabs called laths or slats. നിങ്ങൾക്ക് അത് ഏതെങ്കിലും ഷട്ടർ കാണുകയാണെന്ന് നോക്കിയാൽ മതി. ഓരോന്നും ഓരോ പീസുകളായിരുന്നു, തമ്മിൽ ഒരു ലോക്കാണ്. അത് ഒന്നിങ്ങനെ എന്താ പറയാ, അത് കയറ്റി വെക്കുക ചെയ്യാം. അങ്ങനെ ഓരോരോ പീസ് ആയതുകൊണ്ട് ഇതിന് എന്ത് ചെയ്യാൻ പറ്റും, മുകളിൽ ഇത് റോൾ ചെയ്യാൻ പറ്റും. ഇത് ഒന്നിങ്ങനെ അങ്ങോട്ടും മൂവ്മെന്റ് ഇതിന് പോസിബിൾ ആണ്. അതുകൊണ്ടാണ് അത് റോൾ ചെയ്ത് നിൽക്കുന്നത്, ചുറ്റി നിൽക്കുന്നത്. എന്നിട്ട് അതിനവിടെ സ്പ്രിങ് വെച്ചേക്കാൻ ചെയ്യാം. സ്പ്രിങ് ആകുമ്പോൾ അത് കോയിൽ ചെയ്ത് ടൈറ്റ് ആയി നിൽക്കും. വലിക്കുമ്പോൾ അതാണ് നമ്മൾ റിലീസ് ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക് മുകളിലോട്ട് എന്ത് ചെയ്യുന്നത്, കയറി പോകും. ഓക്കെ, ഇത്രയാണ് ഡോർസിനെ കുറിച്ച് പറയാനുള്ളത്. ഇപ്പൊ അടുത്ത ക്ലാസ്സിൽ വിൻഡോസിനെ കുറിച്ച് പഠിക്കാം. ഏതെങ്കിലും പോർഷൻ റിപ്പീറ്റ് ചെയ്യേണ്ട സ്ലൈഡ് കാണിക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഓക്കെ.